തൃശ്ശൂർ കണ്ടില്ലേ, ഒരു വീട്ടിൽ ആ വീട്ടമ്മ അറിയാതെ 6 or 8 പേർക്ക് വോട്ടാ. ഇങ്ങനെ ധാരാളം വോട്ട് ചേർത്തിട്ട് ആദർശത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് അവിടെ അഭിനയിച്ച് സുരേഷ് ഗോപി അവിടെ നിന്ന് MP ആയി പോയിരിക്കുന്നതിനെ പറ്റിയുള്ള വാർത്ത വരുന്നല്ലോ. പലരും അങ്ങനെ 4 പേര് അറിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനപ്പം ധർമ്മിഷ്ഠനായിരിക്കും. ഒരു സാമ്പത്തിക പണ്ഡിതയായ നമ്മുടെ ഒരു പ്രൊഫസറുണ്ട്, അവരിങ്ങനെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. അവർ കഴിഞ്ഞ ദിവസം പേരൊന്നും ഞാൻ പറയുന്നില്ല, കേരളം 6 ലക്ഷം കോടിയിലേക്ക് കടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, എങ്ങനെയാണ്? സ്ത്രീ ചോദിക്കും, സാർ എന്നെ നേരത്തെ വിളിച്ചായിരുന്നല്ലോ, എനിക്കൊരു ചോദ്യം ചോദിക്കാൻ അവസരം തരണം. നോ 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 നോ, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയില്ല, അതുകൊണ്ട് ദിസ് യങ് ഡിസ്റ്റൻറ്റ്. ഇപ്പോഴും മലയാളത്തിൽ പത്രത്തിൽ എഴുതുക, അവിടെ ഒരു മന്ത്രി പോയി 13 ലക്ഷം ചിലവാക്കി, വലിയ വാർത്തയാണ്. ബാലി സുഗ്രീവൻ യുദ്ധം പറഞ്ഞ പോലെയാണ്. ബാലി സുഗ്രീവ യുദ്ധത്തില് ബാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, ആര് നേരെ യുദ്ധത്തിൽ ചെന്നാലും അതിന്റെ പകുതി ആരോഗ്യം ബാലിക്ക് കിട്ടും. ഇവിടെ ആര് ടാക്സ് കളക്ട് ചെയ്താലും പകുതി കേന്ദ്രത്തിനാണ് കിട്ടും. ആസ്ട്രേലിയയിൽ നിന്ന് 1 ലിറ്റർ പാലിന് 30 രൂപയ്ക്ക് ഇറക്കുമതി ചെയ്യാം. അപ്പം നമ്മൾ വിചാരിക്കുമോ നിങ്ങൾക്കും എനിക്കൊക്കെ നല്ല പാല് വില കുറച്ച് കിട്ടുമല്ലോ. വിയറ്റ്നാമിൽ നിന്ന് 400 രൂപയ്ക്ക് 500 രൂപയ്ക്ക് കച്ചവണ്ടി വരുന്നുണ്ട് ഇവിടെ പരിപ്പ്. ഓണത്തിന് അതിന് 10,000, 20,000, 50,000 ഒക്കെ ഊണൊക്കെയാണ് അമേരിക്കയിൽ UK പോകുന്നത്. അതായത് റെഡി ടു ഇറ്റ്. ആശാ വർക്കർമാർക്ക് കേന്ദ്രം പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന സാധനം എന്താ കൊടുക്കാത്തത് കേരളത്തോടാണ് അത് അവർ ചോദിക്കും. നമസ്കാരം, ന്യൂസ് അറ്റ് ഹൗസിൻ്റെ ടോക്ക് ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ധനമന്ത്രി KN ബാലഗോപാലാണ് നമ്മുടെ അതിഥി. സ്വാഗതം ടോക്ക് ഷോയിലേക്ക്. നമസ്കാരം. ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഈ അമേരിക്കയുടെ അധിക ചുങ്കത്തിൻ്റെ വലിയൊരു ഭാരം ഇന്ത്യയിലാകെ എങ്ങനെയാണ് ഏതാണ് എന്നറിയാതെ ആശങ്കയിലാക്കിയിരിക്കുന്ന ആളുകളെ, പ്രത്യേകിച്ചും കേരളത്തിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ വരും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. നമ്മളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു ചിത്രം, പ്രത്യേകിച്ച് അടിസ്ഥാന വിഭാഗത്തെ തന്നെ ബാധിക്കുന്ന മേഖലകളിൽ ഇത് സ്വാധീനം ചെലുത്താണ് പറയുന്നത്. പ്രാഥമികമായി എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുക? ഈ അമേരിക്ക ലോകത്തെ ഒരു വലിയ എക്കണോമി എന്ന നിലയിൽ ലോക ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. പഴയ പ്രതാപം ഇപ്പോൾ ഇല്ല, എങ്കിലും ആ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങൾ. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇവർ തന്നെയായിരുന്നു ഏറ്റവും വലിയ പവർ. അപ്പോൾ ചൈന നല്ലപോലെ എമർജ് ചെയ്തു. പഴയ സോവിയറ്റ് യൂണിയനൊക്കെ വേറെ രാജ്യങ്ങളായി. റഷ്യ വളരെ ഇവർക്കൊരു ഈ വലിയ മുതലാളിത്ത രാജ്യങ്ങളിൽ തന്നെ റഷ്യ പോലുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരികയും അവിടെ നിന്നുള്ള ഉൽപ്പാദന കേന്ദ്രങ്ങൾ വരുന്നു. ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ കാർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഫോർഡിലെ കമ്പനികൾ പോലും അവരുടെ ഉൽപ്പാദന കേന്ദ്രങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ബേസിക് തൊഴിലുകൾ പലതും അവിടെ നിന്ന് പോയി. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ അമേരിക്ക നേരിടുന്നതുകൊണ്ടും അമേരിക്കയുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറ്റാനും അവർ 2-3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. സാധാരണ യുദ്ധം, ഡയറക്റ്റ് യുദ്ധം, അതിൻ്റെ ആയുധ കച്ചവടം, ഇഷ്ടമല്ലാത്ത രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുക. അപ്പോൾ ഇറാഖ് എന്നുള്ള ഓയിൽ ഇപ്പോഴും യഥേഷ്ടം എടുക്കുന്ന ആരാ? ഇറാഖിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? അമേരിക്ക തന്നെയാണ്. ഇപ്പോൾ ഇറാൻ്റെ നേരെ ഈ അടുത്തിടയ്ക്ക് പോയത് നമുക്കറിയാം. പിന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് പലരെയും കൺട്രോൾ ചെയ്യാൻ വയ്ക്കും. ഇസ്രായേൽ എന്തിനാണ് ഈ പാലസ്തീൻ അവിടെ വലിയ ആയുധവും ഇല്ല, സാധാരണ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന ഒരു സമീപനം അറിയാമല്ലോ. അപ്പോൾ അതാണ് ഒരു മാർഗം. 2, പല മേഖലയിലും സ്ഥിരമായി സംഘർഷം ഉണ്ടാക്കുക. അതിപ്പം ഉക്രൈൻ, റഷ്യ പോലെയുള്ള ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം കാണിച്ചിട്ട് നിങ്ങൾ വരുതിക്ക് നിന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഈ ട്രേഡ് ലോസും മറ്റുമൊക്കെ ആക്കി ഞങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾ താരിഫ് തീരുമാനിക്കണം, എക്സ്പോർട്ട് തീരുമാനിക്കണം, ജോലി തീരുമാനിക്കണം, വില തീരുമാനിക്കണം. ഇത് ആണ് 2-3 തരത്തിലാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. പഴയതുപോലെ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം വളരെ ഭ്രാന്തമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, വീണ്ടും അമേരിക്ക ലോകത്തെ ഏറ്റവും പ്രമുഖമായ രാജ്യമാകും എന്നുള്ള തരത്തിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ നേരെ ലോകത്തെ ഏറ്റവും ഉയർന്ന ചുങ്കമാണ്. 50% അടുത്തോ അതിൽ മേളിലോ ഇപ്പോൾ ഉള്ളത് ഇന്ത്യക്കും പിന്നെ റഷ്യക്കും നേരെയാണ്. ബ്രസീൽ അവരുടെ ടാർഗറ്റാണ്. അതൊക്കെ എന്താ, രാജ്യങ്ങളൊക്കെ സ്വന്തം എക്കണോമി നല്ലപോലെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യം. ഇപ്പോൾ ബ്രസീൽ ലാറ്റിൻ അമേരിക്കയിലെ പ്രമുഖ രാജ്യമാണെന്ന് മാത്രമല്ല, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ഇങ്ങനെ സൗത്ത് ആഫ്രിക്ക, ബ്രിക്സ്, അത് തന്നെ നല്ലൊരു സ്ട്രോങ് എക്കോണമി. ഈ രാജ്യങ്ങളുടെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ലോക ജനസംഖ്യയുടെ 50%-ലധികം വരും. എക്കണോമിക് പവർ നോക്കിയാൽ അങ്ങനെ വരും. അപ്പം ബ്രസീൽ തന്നെ അവർക്ക് സ്വന്തമായി വിമാനം നിർമ്മിച്ച് കൊമേഴ്ഷ്യൽ വിമാനം നിർമ്മിക്കുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ബ്രസീൽ. എംബ്രയർ എന്ന് പറഞ്ഞൊരു വിമാനമുണ്ട്, മറ്റേ ടെക്നോളജി ഉണ്ട്. ഈ പിന്നെ പെട്രോളിന് പകരം കൂടുതൽ ഈ ജൈവ ഇന്ധനം ആദ്യം തൊട്ട് തന്നെ ഉപയോഗിക്കുന്ന രാജ്യമാണ്. അങ്ങനെ ഈ രാജ്യങ്ങളെയൊക്കെ നേരെ ചെല്ലുന്നതിൻ്റെ കാര്യം ഈ അവരുടെ എക്കണോമിക് പവറായിട്ട് ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാന കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരും പ്രതീക്ഷിച്ചല്ല.
ശ്രീ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് സ്വയം അഭിമാനിക്കുന്ന ശ്രീ നരേന്ദ്രമോദി തന്നെ ഞെട്ടിപ്പോയി സത്യത്തിൽ. അദ്ദേഹത്തോടെ കാണിക്കുമ്പോൾ ഞാൻ പ്രധാനമന്ത്രിയോടെ BJPയുടെ പാർട്ടിയുടെ നേതാവെന്ന പ്രധാനമന്ത്രി എന്നൊന്നുമല്ല ഞാൻ കാണുന്നത്, ഞങ്ങൾ ആരും കാണുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും ഇന്ത്യക്കും കിട്ടേണ്ട റെസ്പെക്റ്റ് കിട്ടാത്ത തരത്തിലേക്ക് വളരെ മോശമായി പെരുമാറി എന്നുള്ളത് ഒരു വലിയ ചർച്ചയാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളോട് യോജിപ്പില്ല നമുക്ക്. കാരണം അദ്ദേഹം പിന്നെ എനിക്ക് ഏറ്റവും വലിയ സുഹൃത്താണ്, മറ്റു രാജ്യങ്ങളോട് ശത്രുത പ്രഖ്യാപിക്കുകയും നമ്മുടെ നല്ല വ്യാപാരി പങ്കാളിയായിരുന്ന റഷ്യയോടുൾപ്പെടെ ഇടയ്ക്ക് ഇപ്പോഴും ഓയിൽ മേടിക്കുന്നെങ്കിലും ഓയിലും പ്രതിരോധത്തിൻ്റെ കാര്യത്തിലും സഹകരണം ഉണ്ടെങ്കിലും പഴയകാല സഹകരണം ഇല്ല നമുക്ക്. ചൈന നമുക്കെപ്പോഴും കുറച്ചുകൂടി നമുക്ക് വലിയ പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ്, നമുക്ക് ടെക്നോളജി പലതും ഉപയോഗിക്കാം, കുറച്ചുകൂടി വ്യാപാരമാണ്, അവർക്ക് കൃത്യമായ വ്യാപാരമാണ്. പക്ഷെ ഒരിക്കലും ആയുധം ഉപയോഗിച്ചിട്ടുള്ള സമ്മർദ്ദത്തിന് വിധേയമാവുന്നില്ല. ചില അതിർത്തി സംഘർഷങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെയൊക്കെ നമ്മൾ കുറച്ച് അകറ്റുന്ന സമീപനം വന്നു. ചുറ്റുപാടുള്ള രാജ്യങ്ങളുമായിട്ടെല്ലാം നമുക്ക് അതിർത്തിയാണ്, അസംതൃപ്തിയാണ്. പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും നേപ്പാളായാലും ശ്രീലങ്കയായാലും ആരുമായിട്ടൊരു നല്ല കാര്യമില്ല, സാർക്ക് കൺട്രീസൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും അമേരിക്ക എടുത്തൊരു സമീപനം വാസ്തവത്തിൽ നമ്മളെ നല്ലപോലെ ബാധിക്കും. ഇനി എങ്ങനെയാണിത് നമ്മളെ ബാധിക്കുക? ഇത് ബാധിക്കുന്നത് കേരളവും വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് അങ്ങോട്ട് ചെല്ലുന്നതിനാണല്ലോ ഇവർ നികുതി കൂട്ടുന്നത്. അതെ, പല സാധനങ്ങളും നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് അവർക്ക് ഫുഡ് ഐറ്റംസ്, സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ 10% അതിൽ താഴെ 0 ടാക്സ് ഉള്ളതുകൊണ്ട് അവർക്ക് വേറെ പല ബെനിഫിറ്റും കിട്ടുന്നതുകൊണ്ടാണ്, അല്ലാതെ വെറുതെ അല്ല. അവർക്ക് വേറെ ആ ട്രേഡിൽ പല ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ സാധനങ്ങൾ മേടിക്കുന്നത് പിന്നെ അമേരിക്ക എന്നാണ്. അതുപോലെ പല സാധനങ്ങളുടെയും ട്രേഡ് പാക്ട് പലതും ഉണ്ട്. ഈ വാല്യൂ നോക്കുമ്പോൾ വലിയ വാല്യൂ ഉണ്ട്. പക്ഷേ ആകെയുള്ള ട്രേഡിൽ നമുക്ക് ബാലൻസ് ഓഫ് ട്രേഡ്, നമ്മൾ കയറ്റി അയക്കുന്നതിൻ്റെയും ഇറക്കുമതി ചെയ്യുന്നതിൻ്റെയും സാധനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അല്പം ഒരു അധികം ട്രേഡിൽ ബെനിഫിറ്റുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിലേക്ക് പോകുന്ന സാധനങ്ങളിൽ നല്ലൊരു ഭാഗം ടെക്നോളജി ഐറ്റങ്ങളാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ ധാരാളമുണ്ട്, ഫുഡ് ഐറ്റങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഉദാഹരണം കേരളത്തിൻ്റെ കേസ് എടുത്താൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന മറൈൻ പ്രൊഡക്ട്സിൽ നല്ലൊരു ഭാഗം കേരളത്തിൽ നിന്നുണ്ട്. മറൈൻ പ്രൊഡക്ട്സിൽ സമുദ്രോൽപ്പന്നങ്ങളിൽ ചെമ്മീന് അനുബന്ധമായ ധാരാളം സാധനങ്ങൾ പ്രോസസ്സ് ചെയ്ത് അയക്കുന്നുണ്ട്. നമ്മൾ ചെമ്മീൻ അയക്കുന്നത് പ്രോസസ് മീൻസ് പൊളിച്ച് അയക്കുന്ന ധാരാളം. അപ്പം ഏറ്റവും താഴെ കിടക്കുന്ന ഈ സമൂഹത്തിലുള്ള ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളാണ് ചെമ്മീൻ പോലെയുള്ള ഇത്തരം ബിസിനസ്സിലുള്ള നമ്മുടെ പ്രോസസ്സിങ് യൂണിറ്റുകൾ വലുതുണ്ടല്ലോ. അപ്പോൾ ആ പ്രോസസ്സിങ് നടക്കുന്ന തൊഴിലാളിയുണ്ട്. ഈ കേരളത്തെ സംബന്ധിച്ച് സമുദ്ര ചെമ്മീനാണ് കൂടുതൽ നമ്മൾ അയക്കുന്നത്. ആന്ധ്ര, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളെയൊക്കെ സംബന്ധിച്ച് ആന്ധ്രയൊക്കെ ആണെങ്കിൽ വലിയ തോതിൽ വളർത്തുന്ന ചെമ്മീനാണ്. എന്തായാലും വലിയ തോതിൽ ചെമ്മീൻ പോകുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം, ഇന്ത്യയും. അതെ, വലിയ തോതിൽ കാർഷികോൽപ്പന്നങ്ങൾ പോകുന്നുണ്ട്. നമുക്കാണെങ്കിൽ നമ്മുടെ സ്പൈസസിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് അമേരിക്ക. ലോകത്തെ ഏറ്റവും വലിയ സ്പൈസസിൻ്റെ എക്സ്ട്രാക്ട് എടുക്കുന്ന കമ്പനി കേരളത്തിലാണ്. ഇൻഡൈറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. പരമ്പരാഗതമായി നമുക്ക് ഈ സ്പൈസസിൻ്റെ മേഖലയിൽ വലിയ മുൻകൈ ഉണ്ടല്ലോ. കുരുമുളക് തേടി പണ്ട് പാശ്ചാത്യർ വന്നത് മുതൽ കുരുമുളകുണ്ട്, ഏലമുണ്ട്, മഞ്ഞളും ധാരാളം കാര്യങ്ങൾ പറയേണ്ടതില്ല. നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് പലതും പോകുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ വലിയ തോതിൽ ഇന്ത്യൻസ് പുറത്തുണ്ട്, അമേരിക്കയിൽ നല്ലപോലെ ഉണ്ട്. ഓണത്തിന് 10,000, 20,000, 50,000 ഒക്കെ ഊണൊക്കെയാണ് അമേരിക്കയിൽ UK ഒക്കെ പോകുന്നത്. അതായത് റെഡി ടു ഈറ്റ്. അവിടെ ചെന്നാൽ നേരെ -40 ശീതീകരിച്ച് അവിടെ ചെന്നാൽ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഓണസദ്യ ഉണ്ണാം. ഇല സഹിതം പോകുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. വലിയ കാർട്ടനുകളിൽ നമ്മുടെ വാഴ ഇല ഉൾപ്പെടെ, ദൂഷണില ഉൾപ്പെടെ ഇവിടുന്ന് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഓണത്തിൻ്റെ മാർക്കറ്റ് അല്ലാതുള്ള തന്നെ വലിയ ഫുഡ് പോകുന്നുണ്ട്. പുട്ടുപൊടി, പൊടികൾ, ഇതൊക്കെ മസാലാസ്, ഇങ്ങനെയുള്ള ഒരു വലിയ മാർക്കറ്റുണ്ട്. നമ്മുടെ കയറുൽപ്പന്നങ്ങൾ, നമ്മുടെ കാഷ്യൂ ഏറ്റവും കൂടുതൽ പോകുന്നത് അമേരിക്കയിലേക്കല്ല. പക്ഷേ അമേരിക്കയിലേക്ക് പോകുന്ന കാഷ്യൂവിനും ഇൻ്റർനാഷണൽ ട്രേഡിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്, നമുക്ക് മറ്റ് സ്ഥലത്തെയും ബാധിക്കും. അപ്പം കാഷ്യൂ പോകുന്നുണ്ട്. പിന്നീട് നമുക്ക് നമ്മുടെ പല ഉപകരണങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഉള്ളതിനേക്കാളും പല മേഖലയിലും സ്പെഷ്യൽ സ്കിൽസ് ഉണ്ട് പലതും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഗ്ലൗസ്, അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൃത്യമായി ഒന്നുകൂടെ എടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഒരു റൗണ്ട് ടേബിൾ ഓഫ് എക്കണോമിസ്റ്റുകൾ, അക്കാഡമിഷ്യൻസ്, എക്സ്പോർട്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, കമ്പനി പ്രതിനിധികളെല്ലാം കേരള ഗവൺമെൻറ് തന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു അതിൻ്റെ സ്ഥിതിവിവരെടുക്കുകയും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ത് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയാം, ഈ ഗ്ലൗസ് തന്നെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്നില്ല. ഈ സർജിക്കൽ ഗ്ലൗസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ചിലത് നമുക്കുണ്ട്. അത് ഏറ്റവും നല്ല ഫ്രഷ് ഈ
റബ്ബർ പാലിൽ നിന്ന് അപ്പം തന്നെ വലിയ താമസമില്ലാതെ കെമിക്കൽ പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കുന്നതാണല്ലോ. അത് വളരെ വലിയ സർജിക്കൽ ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരിക്കണം. കാരണം ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറുടെ കയ്യിലിടുന്നതാണ്, നഴ്സുമാരുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ അത്രയും പിന്നെ കുഴപ്പമില്ലാത്ത തരത്തിലുണ്ടാകുന്ന ഗ്ലൗസ് വലിയ തോതിൽ അയക്കുന്നുണ്ട്. നമ്മൾ കയറുൽപ്പന്നങ്ങൾ അയക്കുന്നുണ്ട്, ഇതുപോലെ പല സാധനങ്ങൾ അയക്കുന്നുണ്ട്. ഇതെല്ലാം ജോലി ചെയ്യുന്നവരാ, എങ്ങനെ ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാവുക? ഇത് താഴെ തൊഴിലാളിയല്ലേ ചെയ്യുന്നത്, കൃഷിക്കാരല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാ മേഖലയിലും നമ്മളെ ബാധിക്കും. പിന്നെ അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നമുക്കിപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു കമ്പനിയാണ് ശ്രീത്രയുടെ ബ്ലഡ് ബാഗ്. അതിപ്പോൾ ഒരു അതിൻ്റെ ഓണർഷിപ്പ് ഇപ്പം കുറച്ച് ജപ്പനീസ് കമ്പനിയും മറ്റുമൊക്കെ ആണെങ്കിലും ഇവിടെയാണ് പ്രൊഡക്ഷൻ. കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു കമ്പനി കേരളത്തിലാണ്. ഇതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ മറ്റു പല സാധനങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്, അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. തുണി ടെക്സ്റ്റൈൽസ് നമ്മുടെ പോകുന്നുണ്ട്. കൂടുതൽ പോകുന്നത് വലിയ തോതിൽ ബാധിക്കുന്നത് തമിഴ്നാടിനൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഈ ചില അല്പം വാല്യൂ ആഡഡ് ആയിട്ടുള്ള ചില ടെക്സ്റ്റൈൽസ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്, പല മേഖലയിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കാത്തതും ശ്രദ്ധിക്കാത്തതുമായ ധാരാളം ബിസിനസ് ഉണ്ട്. ഇത് പ്രൊഡക്ഷൻ സെൻറ്ററിനകത്തുള്ള കാര്യമാണ്. അപ്പോൾ പ്രൊഡക്ഷൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് സാധാരണ മാർക്കറ്റിലാണ്, തൊഴിലാളിക്കാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇപ്പോൾ ചെമ്മീന് പലത്തും ഹോൾഡ് ചെയ്തു. ചെമ്മീൻ പ്രൊഡക്ഷൻ ഉണ്ട്, ഈ പലിശ ഇത് വില കൂടിയപ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്താ, നിങ്ങൾ ടാക്സ് ഞങ്ങൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടി. അപ്പോൾ ഇവിടുന്ന് ചെമ്മീൻ കയറ്റി അയക്കുന്ന ബിസിനസ്സുകാർ പറയും, ഇൻ്റർനാഷണൽ ട്രേഡേഴ്സ് പറയും, ഞങ്ങൾ ചെമ്മീൻ എടുക്കാം, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വില കൂടിയതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കൂലി കുറയ്ക്കണം, നിങ്ങളുടെ കോസ്റ്റ് കുറയ്ക്കണം. കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത് പ്രധാനമായിട്ടും ചെമ്മീൻ്റെ വില കുറയ്ക്കും എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി പിടിച്ചോണ്ട് വരുന്ന ചെമ്മീൻ്റെ വില ഇപ്പം നിങ്ങൾ 300 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് 200 രൂപയാക്കും, ഡിമാൻഡ് ഇല്ലെന്ന് പറയും. അപ്പോൾ മത്സ്യത്തൊഴിലാളിയെ ബാധിച്ചേ. പ്രോസസ്സ് ചെയ്യുന്ന തൊഴിലാളി പറയുന്നത് നിങ്ങൾക്ക് വല്ല പണിയും വേണമെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമില്ല, ശരിയാണ്, അവരുടെ കുഴപ്പമില്ല, അമേരിക്ക വേണ്ട സാധനം മേടിക്കുന്ന ഈ വിലക്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ദിവസം തരുന്നത് ഞങ്ങൾ 500 രൂപയെന്ന് വെച്ചു. 500 രൂപ തരാൻ പറ്റത്തില്ല, 300 രൂപ തരാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു ജോലിയില്ല. അപ്പോൾ ഈ കൂലി പെട്ടെന്ന് അങ്ങ് കുറയും. കൂലി കുറയുമ്പം മത്സ്യത്തൊഴിലാളിയുടെ വരുമാനം കുറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താ? കമ്പോളത്തിൽ നിങ്ങൾ സാധനം മേടിക്കാൻ പോകുന്ന, ഞാനിപ്പോൾ ഒരു തൊഴിലാളിയാണ്, ഞാൻ ഒരാഴ്ചയിൽ 2000 രൂപയുടെ സാധനം മേടിക്കാൻ പോകുന്നതിന് പകരം എൻ്റെ കയ്യിൽ 1200 രൂപയുള്ളൂ. ഞാൻ മേടിക്കുന്ന സാധനം കുറയും. ആ സാധനം കുറയുമ്പം ഇവിടുത്തെ ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും മിനിമം വേണ്ട ഭക്ഷണവും അരിയും ഒക്കെ മേടിക്കുമായിരിക്കുമല്ലോ. പക്ഷേ എനിക്ക് അഡീഷണൽ വേണ്ട സാധനങ്ങൾ, ഒരു ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ കുറയ്ക്കും, മറ്റൊരു പിന്നെ കോസ്മെറ്റിക് ഐറ്റം മേടിക്കുന്നത് കുറയ്ക്കും, പിന്നെ മുടി വെട്ടിക്കാൻ പോകുന്നത് 1 മാസത്തിന് പകരം 2 മാസം ആക്കും. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഇമ്പാക്റ്റ് ഉണ്ടാവും. തുണി മേടിക്കുന്നതിന് ഓണത്തിന് പിന്നെ മേടിക്കുന്നതാണെങ്കിൽ കുറയ്ക്കും. ഇങ്ങനൊരു ഇമ്പാക്റ്റ് എല്ലായിടത്തും ഉണ്ടാവും. ഇതാണ് സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇത് മാത്രമല്ല വരുന്നത്. ഈ നമുക്കിപ്പോൾ ഹൈടെക്, നമ്മളിപ്പോൾ നോളജ് എക്കോണമി മിഷൻ എന്നൊരു മിഷൻ, ഞാൻ ധനകാര്യമന്ത്രി ആയതിനു ശേഷമുള്ള ബഡ്ജറ്റ്, ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ എക്കണോമി മിഷൻ പ്രഖ്യാപിച്ചു. കാരണം നമ്മൾ മുൻകാലത്ത് ചെയ്തതിനേക്കാളും ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമല്ലോ. നമ്മൾ ധാരാളം കാര്യങ്ങൾ, സാർവത്രികമായിട്ടുള്ള എല്ലാവർക്കും ഭൂപരിഷ്കരണം, സാർവത്രിക വിദ്യാഭ്യാസം, ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ, സൗജന്യങ്ങൾ പലതും വെച്ചാൽ ഏറ്റവും ദരിദ്രർക്ക് പോലും വീടും ഭക്ഷണം ഇല്ലാതെ വരരുത്, അത് ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ നല്ലൊരു ലെവലിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, പാലം, കോളേജുകൾ, ഫാക്ടറികൾ, വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ എല്ലാം നമ്മൾ ചെയ്തു. ഇനിയിപ്പം നമുക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒരു നോളജ്, നമ്മുടെ നോളജ് കൂടുതൽ ഉൽപ്പാദനത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ തന്നെ, പുറത്തേക്ക് പോകുന്നുണ്ട് ധാരാളം ആളുകൾ, ഇവിടെ തന്നെ ചെയ്യണം. ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട IT എക്സ്പോർട്ട് ഉൾപ്പെടെ ഒന്ന് US-ലേക്കാണ്. കമ്പനികൾ കൂടുതൽ US ബേസ്ഡാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആളുകൾ കൂടുതൽ വർക്ക് ചെയ്യുന്നതും അവിടെയാണ്. വർക്ക് ചെയ്യുന്ന നല്ലൊരു ഭാഗം. ട്രംപ് പറഞ്ഞേക്കുന്ന അവിടെ ഉള്ളവർക്ക് ഇനി ഇന്ത്യക്കാരധികം ജോലി ചെയ്യേണ്ടെന്നാ. വിരട്ടൽ നമ്പറുകളാണ്. അത് ബാധിക്കും. TCS 12,000 പേരെയാണ് പിരിച്ചുവിട്ടത്. വലിയ ഇമ്പാക്റ്റ് അല്ലേ? ഏറ്റവും സാധാരണ അങ്ങനെ അധികം പേരെ പിരിച്ചുവിടാത്തൊരു കമ്പനിയാണ് TCS. ഹൈ എൻഡ് അല്ലെങ്കിൽ മിഡിൽ ലെവലിലെ ജീവനക്കാരെ 12,000 പേരെയാണ് പിരിച്ചുവിട്ടത്. 40-45 വയസ്സിന് മേളിലുള്ള സീനിയേഴ്സിന് കിട്ടും. അപ്പോൾ ഇത് അവിടെ ബാധിക്കുമെന്ന് മാത്രമല്ല, ഇവിടെ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ധാരാളം, ഇപ്പം ഇവിടെ കേരളത്തിൽ എത്ര കമ്പനികൾ, 10-12,000 ചെറുതും വലുതും കമ്പനികളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്ന ടെക് പീപ്പിളിൽ IT പീപ്പിൾ നല്ലൊരു ഭാഗവും നല്ല ശതമാനമുണ്ട് കേരളക്കാർ. അവിടുത്തെ ബിസിനസ് ബാധിച്ചാൽ ഇവിടെ എല്ലാം ബാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും
ഈ ആശങ്കയെ മറികടന്നേ പറ്റൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. ഈ ആശങ്ക ആയിരിക്കും അതുകൊണ്ട് പോയിട്ട് ട്രംപിൻ്റെ കാല് പിടിച്ച് പ്രശ്നം തീർക്കാൻ പറ്റില്ല. കാല് പിടിച്ചാൽ നിങ്ങൾ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കിട്ടുന്ന ഒരു IT പ്രൊഫഷണൽസിന്, സീനിയറിന്, ജൂനിയേഴ്സിന് ഇപ്പോൾ അത്ര പണമൊന്നുമില്ല, പഴയ പോലെ ഇല്ല. അവരുടെ കൂലി ശമ്പളം നേരെ 50% കുറയ്ക്കണം, 30% കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താവും സ്ഥിതി? നമ്മുടെ എക്കണോമി ഫർദർ അങ്ങ് ചുരുങ്ങും, നമ്മുടെ ആകെ വരുമാനം കുറയും. അപ്പോൾ അങ്ങനെ അങ്ങ് നമുക്ക് കീഴ്പ്പെട്ട് പാനൊന്നും എളുപ്പമല്ല. ഇതിലിപ്പോൾ രാജ്യത്തിൻ്റെ ഒരു സമീപനത്തിനപ്പുറത്ത് സംസ്ഥാനങ്ങൾക്ക് എന്താ റോളുള്ളത്? നമുക്കിപ്പോൾ ഇതിനകത്ത് പ്രത്യേകമായിട്ട് എന്തൊക്കെ ചെയ്യാനാവും? എന്താണ് അതിന്? അല്ല, അതാ ഞാൻ പറഞ്ഞു, ഇത്തരം ഒരു കാര്യം വരുമ്പോൾ ഈ ഒരു കാര്യം ഇത്ര അവിടുന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതൊരു വലിയൊരു അക്കാഡമിക് ഡിസ്കഷൻ്റെ, എക്കണോമിക് ഒക്കെ പോളിസി ഡിസ്കഷൻ്റെ ഒരു വിഷയമാണിത്. ഇവിടെ മാത്രം അവസാനിപ്പിക്കാനില്ല. ഇപ്പോൾ ആദ്യം ഒരു ബഹളം കാണിക്കുമ്പോൾ നമ്മളൊരു ബാർഗെയിനിങ് ആണ്. ഇപ്പം അമേരിക്ക ബാർഗെയിൻ ചെയ്യുകയാണ്. ബാർഗെയിൻ ചെയ്യുമ്പോൾ ഇപ്പം 25, 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ. അവരിനി കുറച്ചിട്ട് അവർ വേറെ ചില കാര്യങ്ങൾ പറയും. ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റി വയ്ക്കണമെങ്കിൽ അങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവാദം തരണം. ഇപ്പോൾ ഉള്ള പല സാധനങ്ങളുടെയും ടാക്സ് കുറയ്ക്കണം. ആത്യന്തികമായ ലക്ഷ്യം ഇതാണ്. ഇപ്പം തന്നെ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ വേണ്ടത്ര ചർച്ച ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഇംഗ്ലണ്ടുമായിട്ടൊരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മുടെ ജാഗ്വർ കാറും പിന്നെ വലിയ കുറേ കമ്പനികളുണ്ട്. ഇപ്പോൾ എനിക്ക് റോൾസ് റോയ്സിൻ്റെ എന്ന് പറഞ്ഞുകൂടാ അതിൻ്റെ ഇപ്പോൾ വരുന്നുണ്ടോയെന്ന്. പക്ഷേ എല്ലാത്തിനും വരും. 60 ലക്ഷം 70 ലക്ഷത്തിന് മേളിൽ വിലയുള്ള വാഹനങ്ങൾ, ലാൻഡ് റോവർ ജഗ്വർ രണ്ടും ഇപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ, വരാറുണ്ടല്ലോ. അതിനുള്ള ടാക്സ് 70%, 100% ഒക്കെയാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി. അത് 10% ഒക്കെ ആയിട്ട് കുറച്ചു. ഓൾറെഡി കുറച്ചു കഴിഞ്ഞു. ഇംഗ്ലണ്ടുമായിട്ട് വലിയ കൂടിയ വിസ്കി ഇനങ്ങൾക്ക് 150% ഇമ്പോർട്ട് ഡ്യൂട്ടി. അത് നേരെ 75 അതിനിപ്പോൾ നമ്മുടെ ടാക്സ് നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് വേറെ ഇതുവരെ പറഞ്ഞിട്ടില്ല, പരിശോധിക്കേണ്ടതാണ്. കാരണം ഈ വലിയ വില ഇമ്പോർട്ട് ഡ്യൂട്ടി ഉള്ള മദ്യങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനേക്കാളും ടാക്സ് കുറവാണ്. കാരണം എന്താ? വലിയ വിലക്കാണല്ലോ അവിടെ നിന്ന് വരുന്നത്, അതിൻ്റെ മേളിലാണല്ലോ ടാക്സ്. അപ്പോൾ ഈ അവിടെ നിന്നുള്ള വളരെ വില കൂടിയ മദ്യത്തിന് കുറച്ചു. ഇത് രണ്ടെണ്ണം ഞാൻ ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ്, മറ്റു പല സാധനങ്ങൾക്കും കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ? ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത്? സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയാൽ ഇവിടെ അസംസ്കൃത സാധനങ്ങൾ ചിലവാകും, ഇവിടുത്തെ തൊഴിലാളിക്ക് ജോലി കിട്ടും, ഇവിടെ ടാക്സ് കിട്ടും. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇവിടെ വരും. ഒരു 60%, 70% ഒക്കെ ഇൻഡിജനൈസ്ഡ്, ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷനും സാധനങ്ങളൊക്കെ അവൈൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തൊഴിൽ വരും. അതിന് അവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ഒരു തൊഴിൽ ഇവിടെ വരില്ല എന്ന് മാത്രമല്ല, ഇവിടെ നല്ല പൈസ ഉള്ള ആടയിൽ നിന്ന് നേരെ ഈ 2 കോടി രൂപയും 3 കോടി രൂപയും നേരെ ഇംഗ്ലണ്ടിന് പോകും, അല്ലേ അമേരിക്കയ്ക്ക് പോകും. ചുരുക്കത്തിൽ ഇവിടെയുള്ള പണം മൊത്തം കൂടെ പമ്പ് ചെയ്ത് പോയും ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യത്തില്ല. ഇത് ഓൾറെഡി ഇംഗ്ലണ്ടുമായിട്ട് ചിലർ ഫ്രീ ട്രേഡിൻ്റെ വന്നു. ഇനിയിപ്പോൾ അവർ പാല്, കൃഷി ഉൽപ്പന്നങ്ങൾ, മാംസം, പിന്നെ മറ്റ് നമ്മൾ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പലതും ഇവിടേക്ക് ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ ഉണ്ടാക്കിയ ഘാട്ട് കരാറിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മുടെ റബ്ബറിൻ്റെ വിലയിടിഞ്ഞത്, നമ്മുടെ കാഷ്യൂ ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണമായത്, നമ്മുടെ കയർ ഉൾപ്പെടെയുള്ള മറ്റു മേഖലയിലെല്ലാം തൊഴിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാരണം അതാണ്. എന്ന് വെച്ചാൽ വില കുറഞ്ഞ സാധനം വരിക. വിയറ്റ്നാമിൽ നിന്ന് 400 രൂപയ്ക്കും 500 രൂപയ്ക്കും കച്ചവണ്ടി വരുന്നുണ്ട് ഇവിടെ പരിപ്പ്, പരിപ്പാ. ഇവിടെ പ്രോസസ്സ് ചെയ്ത് എത്ര നമ്മൾ ചിലവ് ചുരുക്കിയാലും നമുക്ക് 900, 800 അല്ലെങ്കിൽ 700 രൂപയ്ക്ക് അപ്പുറമൊന്നും നമുക്ക് പറ്റത്തില്ല ചെയ്യാൻ. എന്നിട്ട് അവിടുന്ന് വന്ന സാധനം ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നുള്ള സാധനം മിക്സ് ചെയ്തിട്ട് കയറ്റി അയക്കും. അപ്പോൾ ഇത് വളരെ വലിയ തകർച്ച ഉണ്ടാക്കിയതാണ്. അപ്പം അതുപോലെ ഇനി വന്നാലോ, പാൽ ഇറക്കുമതി ചെയ്യാൻ സംബന്ധിച്ചാൽ ഇവരുടെ ആവശ്യം അതൊക്കെയാണ്, അവരുടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ. ഞാൻ പറയുന്നത് ഇപ്പോൾ കാണിക്കുന്ന ഒരു വിരട്ടലാണ്. പിന്നെ ഒരു ഒത്തീർപ്പ് വരുമ്പം കുറയ്ക്കും. എന്നിട്ട് ഇന്ത്യയിലേക്ക് ഞങ്ങളുടെ സാധനം ഇറക്കുമതി ചെയ്യാൻ പറയും. ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് ആസ്ട്രേലിയ, ഇംഗ്ലണ്ട്, യൂറോപ്പ് ഒക്കെ. ആസ്ട്രേലിയയിൽ നിന്ന് 1 ലിറ്റർ പാലിന് 30 രൂപയ്ക്ക് ഇവിടെ ഇറക്കുമതി ചെയ്യാമെന്ന് പറഞ്ഞത്. ശരി. അപ്പം നമ്മൾ വിചാരിക്കുമോ നിങ്ങൾക്കും എനിക്കൊക്കെ നല്ല പാല് വില കുറച്ച് കിട്ടുമല്ലോ. 14 ലക്ഷം കൃഷിക്കാരുണ്ട് കേരളത്തിൽ. 14 ലക്ഷം കൃഷിക്കാർ കേരളത്തിലുള്ളപ്പോൾ ഇന്ത്യയിൽ അത് 5, 6 കോടിയോ 10 കോടിയോ ആയിരിക്കും. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഒരു വ്യവസായമാണ്, കൃഷിയാണ്, പശു എരുമ ഒക്കെ. അമുലിൻ്റെ മാത്രം ടേൺ ഓവർ എനിക്ക് വന്ന് 10,000, 50,000, 60,000 അതിൽ കൂടുതലാണ്. ഇപ്പോൾ എത്രയാണ് ലേറ്റസ്റ്റ് എനിക്കറിയില്ല, വലിയ ടേൺ ഓവറാണ്. നമ്മുടെ മിൽമയ്ക്ക് തന്നെ എത്ര ടേൺ ഓവർ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ 50 രൂപ മുതൽ 60 രൂപ വരെ കൃഷിക്കാരന് കിട്ടും ഒരു ലിറ്ററിന്. അപ്പോഴാണ് നിങ്ങൾ 30 രൂപയ്ക്ക് കൊണ്ടിറക്കുന്നത്. നമ്മൾ ആദ്യം മേടിക്കും, പിന്നെ ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകർക്ക് ഉൾപ്പെടെ ഈ ടാക്സും വരുമാനമൊക്കെ പലതരത്തിൽ വന്നാലല്ലയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ശമ്പളം കിട്ടും. ഇവിടുത്തെ കച്ചവടം കുറയുമ്പോൾ ടാക്സ് കുറയും. ടാക്സ് കുറയുമ്പോൾ എത്ര സമരം ചെയ്താലും ശമ്പളം കൂടാൻ പറ്റത്തില്ല. ടാക്സ് ഉണ്ട്, പണം ഉണ്ടെങ്കിലല്ലേ പറ്റൂ. നമ്മുടെ വിചാരം നമ്മുടെ കാര്യം മാത്രം നടക്കുന്ന 10,000 പേരും
ചക്കി കുത്തും അമ്മ വെക്കും ഉണ്ണി ഉണ്ണും എന്നൊക്കെ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് വെറുതെ പത്തായം പറത്തില്ല. ഈ നാട്ടിലെ എക്കണോമിക് ആക്ടിവിറ്റി സാധാരണ കർഷകനും തൊട്ട് എല്ലാവർക്കും വരുമാനം വന്നെങ്കിലേ സമൂഹത്തിനകത്ത് തൊഴിലാളിക്കും കർഷകനും എല്ലാം വരുമാനം വന്നാൽ മാത്രമേ സർക്കാരുകൾക്ക് നമ്മുടെ മറ്റു മേഖലകളിലും ജീവിക്കാൻ പറ്റും. അപ്പോൾ താഴത്തെ എക്കണോമിയെ തകർക്കുകയും മൊത്തം കൃഷിക്കാരൻ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ആത്മഹത്യ ചെയ്തതിലേക്ക് പോയ തരത്തിലേക്ക് വിദേശത്ത് നിന്ന് സാധനം ഇറക്കുമതി ചെയ്യാൻ ഒരു നിർബന്ധം വന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്തിന്, കേരളം പോലൊരു സംസ്ഥാനത്തിന് എങ്ങനെ ഇതിനെ മറികടക്കാം? തീർച്ചയായിട്ടും കേരളത്തിന് ഒറ്റയ്ക്കൊരു നയം എടുക്കാനൊന്നും പറ്റില്ല. ഇന്ത്യ ഗവൺമെൻറ്റിന് വിധേയമാണ്. നമ്മുടെ സെയിൽ ടാക്സ് എന്ന് പറയുന്നത് പോയി ഇപ്പോൾ GST അതിൻ്റെ ശതമാനം നിശ്ചയിക്കുന്ന പോലും കേന്ദ്രമാണ്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്തരം നിർബന്ധങ്ങൾക്ക് നമ്മൾ മുട്ടുമുടക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് എന്താ? നമ്മുടെ പോപ്പുലേഷനാണ്. നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ഇല്ലാതെ കേരളം ഒഴിച്ച് കേരളത്തിൽ കൺട്രോൾ ചെയ്ത് വളരെ കുറയുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ചൈനയ്ക്ക് അടുത്ത് നമുക്കും പോപ്പുലേഷനായി. നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് അമേരിക്കയുടെ ജനസംഖ്യയുടെ 4 ഇരട്ടിയുള്ള ഒരു രാജ്യത്ത് ലോകത്ത് ഈ കൺസംഷനും ഒക്കെ പറ്റും എന്ന് മാത്രമല്ല, നമുക്ക് അസംസ്കൃത സാധനങ്ങൾ മിക്കവാറും ഒക്കെ ഉണ്ട്. എല്ലാം ഇല്ല, എല്ലാ സാധനവും ഒരു രാജ്യത്തും ഇല്ലല്ലോ. അസംസ്കൃത സാധനങ്ങൾ നമുക്കുണ്ട്. നമുക്ക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഏറ്റവും ബെറ്ററായിട്ടുള്ള ടെക്നോളജി അറിയാവുന്ന ആളുകളുണ്ട്. നമ്മുടെ മാർക്കറ്റും നമ്മുടെ എക്കണോമിയും ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് മാർഗം. ഇത് ചെയ്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ വെല്ലുവിളികൾക്ക് മുന്നിൽ എന്താണ് പറയുന്നത്, ഇന്ന് എന്താ പറയുന്നത്, നാളെ എന്താ പറയുന്നതെന്ന് അറിയാത്ത തരത്തിൽ ഒരു രാജ്യം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന് നൽകേണ്ട അംഗീകാരവും നമുക്ക് കിട്ടേണ്ട നമ്മുടെ അഭിമാനം സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് അതിനെ സംരക്ഷിച്ചേ പറ്റൂ. സംഘർഷത്തിലൊന്നും പോകണമെന്നൊന്നുമല്ല. അമേരിക്കയിലെ ജനങ്ങൾ തന്നെ ട്രംപിനെതിരെ അതിശക്തമായ സമരത്തിലാണ് ഇപ്പോൾ. അത് വേറെ കാര്യം. ഇത് നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ കൂടിയാലോചനകളൊക്കെ നടത്തുമ്പോൾ നമ്മളിപ്പോൾ ഈ ദേശീയ നയത്തിന് അപ്പുറത്തേക്ക് നമുക്ക് പ്രത്യേകമായി എന്താ നമ്മുടെ ഒരു മുന്നിലുള്ള വഴി? ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയം തീരുമാനിക്കുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മുൻപുണ്ടായിരുന്ന പരിമിതമായ സാധനം പോലും ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കില്ല. അത് വളരെ തെറ്റായൊരു കാര്യമാണ്. കാരണം ഈ ഫെഡറലിസം സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന മറ്റ് തൊഴിലെ ബിസിനസ്സിനകത്തൊക്കെ എക്കണോമിക് ഫ്രീഡം നമുക്ക് വേണം സംസ്ഥാനങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വതന്ത്രമായ ഫ്രീഡം ഒരിക്കലും പറ്റില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് അതിനുള്ള ചില പ്രത്യേക എക്സംഷൻ, നികുതിക്ക്, എന്നാലും ഇവിടെ പ്രൊഡക്ഷൻ കൂടും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോലും ഇല്ലിപ്പോൾ. പിന്നെ ടാക്സ് 100 രൂപ GST വരുന്നതിന് മുമ്പ് 100 രൂപ കളക്ട് ചെയ്താൽ 100 രൂപയും ധനകാര്യമന്ത്രി ഞാനാണെങ്കിൽ എൻ്റെ ഖജനാവിലേക്ക് ഞാൻ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടിലേക്കാണ് വരിക, അല്ലെങ്കിൽ സംസ്ഥാന ധനകാര്യ വകുപ്പിലേക്ക്, സംസ്ഥാനത്തിനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം എങ്ങനെ 100 രൂപ ടാക്സ് കിട്ടിയാൽ 50 രൂപ കേന്ദ്ര ഗവൺമെൻറ്റിന് പോകും, 50 രൂപ സംസ്ഥാനത്തിന് പോകും. അപ്പോൾ നമ്മുടെ ടാക്സ് പ്ലാനിങ്ങിലൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് പറയും GST വന്നപ്പോൾ ഒത്തിരി കൂടിയെന്നാണ്. ഞങ്ങളുടെ അനുഭവം, നമുക്ക് ആ ടാക്സ് വരുമാനം കൂടിയിട്ടില്ല. തുടങ്ങിയ സമയത്ത് ഓരോ വർഷവും 14% വീതം വർധനയായിരുന്നു അതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അത് ഉറപ്പാക്കാൻ വേണ്ടി GST കോമ്പൻസേഷൻ തന്നിരുന്നു. 2022 ജൂലൈയോടെ അത് നിർത്തി. അപ്പോൾ ടാക്സ് അങ്ങനെ വർദ്ധിക്കുന്നില്ല. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പം ഇന്ത്യയിലെ ആകെയുള്ള ടാക്സ് വരുമാനത്തിൻ്റെ പൊതുവിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ ടാക്സ് വരുമാനത്തിന് കേരളത്തിന് ശരാശരി കിട്ടിക്കൊണ്ടിരുന്നത് 47 അങ്ങനെ റേഞ്ച് വ്യത്യാസം വരും. തൊട്ട് മുമ്പത്തെ സമയത്ത് വരെ ഒരു ഞാൻ ചുമതലയായിട്ട് 4 വർഷം മുമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ ഓർമ്മ 45% മേളിലാണ്. ഇപ്പോൾ അത് 24%, 25% ആയി. എന്ന് പറഞ്ഞാൽ അത്രയും ടാക്സ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതം കുറഞ്ഞു. കാരണം ടാക്സ് കളക്ഷൻ്റെ, ഇന്ത്യയിലെ ആകെയുള്ള ടാക്സ് കളക്ഷൻ്റെ 65% കളക്ട് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് എടുത്താൽ. എന്നാൽ ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങൾ ആകെ ചിലവാക്കേണ്ടി വരുന്നതിൻ്റെ 64% ചിലവാക്കേണ്ടി വരുന്ന സംസ്ഥാനങ്ങളാണ്. ആ ഗ്യാപ്പ് വ്യത്യാസം മനസ്സിലായില്ലേ? ഇതെല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ്. അപ്പോൾ എന്താ കേന്ദ്രം ചെയ്യുന്നത്? കേരളത്തിന് ഇപ്പോൾ ആകെ കളക്ട് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിനും കളക്ട് ചെയ്യാവുന്നത് മദ്യം, പെട്രോൾ, ഡീസൽ. വേറെ ഒന്നും ടാക്സ് നമ്മളല്ല കളക്ട് ചെയ്യുന്നത്. ബാലി സുഗ്രീവൻ യുദ്ധം പറഞ്ഞ പോലെയാണ്. ബാലി സുഗ്രീവ യുദ്ധത്തിൽ ബാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, ആര് നേരെ യുദ്ധം ചെന്നാലും അതിൻ്റെ പകുതി ആരോഗ്യം ബാലിക്ക് കിട്ടും. ഇവിടെ ആര് ടാക്സ് കളക്ട് ചെയ്താലും പകുതി കേന്ദ്രത്തിനാണ് കിട്ടും. എന്നിട്ട് ആ ബാലിയുടെ ആരോഗ്യം വെച്ചിട്ട് നമ്മളിതെല്ലാം ചെയ്യണമെന്ന് പറയുന്ന തരത്തിലാണ് എല്ലാത്തിനും ഇങ്ങനെ വളരെ വളരെ ന്യായമല്ലാത്ത ഒരു എക്കണോമിക് പിന്നെ ഈ വീതം വെപ്പാണ്, സാമ്പത്തിക വീതം വെപ്പുള്ളത്. നേരത്തെ തന്നെ നമുക്ക് സെയിൽ ടാക്സേ ഉള്ളൂ. ഇപ്പം കസ്റ്റംസ്
ഇൻ്റർനാഷണൽ മറ്റു താരിഫൊന്നും നമുക്കില്ല. ഇൻകം ടാക്സ് ഒന്നും നമ്മളല്ലല്ലോ. അപ്പോൾ ബട്ട് അതിൽ നിന്നാണ് പിന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഡിവിസീവ് പൂളിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ ഡിവിസീവ് പൂളിൽ തന്നെ നേരത്തെ നമുക്ക് ഇന്ത്യയിലാകെ താഴോട്ട് വീതം വെച്ച് കൊടുക്കുന്നതിൻ്റെ 3.8% നമുക്ക് തരുമായിരുന്നു. 100 രൂപ താഴോട്ട് കൊടുത്താൽ ₹3.82 നമുക്ക് തരുമായിരുന്നു. ഇപ്പോൾ അത് ₹1.92 ഉള്ളൂ. അങ്ങനെ കുറച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേറ്റുകളെന്ന നിലയിൽ സ്റ്റേറ്റുകൾക്ക് പരിമിതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ നേരിടാൻ സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് പറ്റില്ല, ടാക്സ് തീരുമാനിക്കാൻ പോലും. ഫർദറായിട്ട് അമേരിക്കയെ കോമ്പീറ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് കീഴടങ്ങി വീണ്ടും ടാക്സ് കുറച്ചാലോ വീണ്ടും ഈ വരുമാനം കുറയും. അപ്പോൾ ഇവിടെ പട്ടിണിയും പരോട്ടാവും സ്റ്റേറ്റുകൾക്ക്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളും കേരളമായിട്ട് കമ്പാരിസൺ ഇല്ല. കേരളത്തിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ മറ്റ് സ്റ്റേറ്റുകൾ എങ്ങനെയാണെന്ന് ഓരോ ദിവസം വാർത്ത വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പത്രപ്രവർത്തകർ എന്ന നിലയിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും അറിയാമല്ലോ. നമ്മുടെ ഇവിടെ ഉള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഈ ഇൻകം ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മളെക്കാളും വെൽത്തൊക്കെ ഉള്ള സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റുകളിലെ മഹാരാഷ്ട്ര, ഗുജറാത്ത് ഒക്കെ, കർണാടക ഒക്കെ. പക്ഷേ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും സാധാരണക്കാരന് വരെ ഈ വികസനത്തിൻ്റെ നേട്ടം ചെല്ലുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല. ഈ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ ആ പെൻഷൻ്റെ ഗുണം ഏറ്റവും സാധാരണ ഒരു വീട്ടിൽ കിട്ടുക. അതിദരിദ്രരായ ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും പിന്നെ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പേർക്ക് വരും. അപ്പം കുറച്ചാൾക്ക് മറ്റേ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആകെയുള്ള 5% മൊത്തം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 42 ലക്ഷം പേർക്ക് ആ ചികിത്സ സൗജന്യമായിട്ട് 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്നത്. അതിനകത്ത് ചില കാര്യങ്ങൾ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് വലിയ സമരമൊക്കെ ഉണ്ടാക്കുമല്ലോ ഇവിടെ. പക്ഷേ ഇതേ ഇല്ലല്ലോ വേറെ സ്ഥലത്തും. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞു ഇതിന് ഇത്തരം ഒരു കാര്യം വന്നാൽ എങ്ങനെ പരിഹാരം ഉണ്ടാകാൻ കേന്ദ്രത്തിൻ്റെ നല്ല മുൻകൈ വേണം. ഒന്നാമത്തെ കാര്യം ഞങ്ങളിതിന് കൂസുന്നില്ല, ഞങ്ങളുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യും എന്നുള്ള തീരുമാനം എടുക്കാം. അതിന് നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം. നമുക്ക് തന്നെ മാർക്കറ്റുണ്ട്. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം വേറെടത്തും മേടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമം വരും. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം കേരളത്തിലുണ്ടാക്കുന്ന സാധനം കേരളത്തിൽ വിൽക്കാം, ബീഹാറിലോ തമിഴ്നാട്ടിലോ ഡൽഹിയിലോ ഒക്കെ വിൽക്കാം. ഡൽഹിയിലോ പഞ്ചാബിലോ ഉണ്ടാക്കുന്ന സാധനം കേരളത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും വിൽക്കാം. എല്ലാവരും ഉണ്ടാക്കുന്നില്ല. തുണിത്തരങ്ങൾ പുറത്തുനിന്ന് വരും, ഇലക്ട്രോണിക്സ് വേറെടത്തുനിന്ന് വരും. പിന്നെ അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാം. ഈ കാര്യങ്ങൾ ചെയ്ത് ഒരു വളരെ വലിയ കാലമൊന്നും എടുക്കാതെ തന്നെ നമുക്ക് കുറച്ചുകൂടെ എക്കണോമിയെ റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം തന്നെ അതിനുള്ള ശ്രമം നടത്തിയാൽ മതി. അതിനുള്ള ശ്രമമാണ് അത് ഒറ്റയടിക്ക് മറ്റന്നാൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയെ കുറച്ച് കേരളത്തിൻ്റെ തന്നെ മോഡലുണ്ടല്ലോ. ഈ ലാൻഡ് റിഫോംസ് വന്നതിന് ശേഷമല്ലേ ഈ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പുറകെ കിടന്നിരുന്നൊരു സ്ഥലമായ കേരളം മുന്നോട്ട് വന്നേ. ഞാൻ പറഞ്ഞല്ലോ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞല്ലോ ഈ കേരളം ഒരു ഭ്രാന്താലയമാണ്, ഇവിടെ ഗ്രോത്ത് മാത്രമല്ല ഇക്വാളിറ്റി ഇല്ല. അമർത്യാസൻ അവിടുന്ന് തന്നെ വന്ന അമർത്യാസൻ ആണല്ലോ 100 വർഷത്തിന് ശേഷം പറഞ്ഞത് കേരളം ഒരു മോഡലാണ്, കേരള മോഡൽ വിത്ത് എ ലോ ഇൻകം ഗ്രൂപ്പ് അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പ് കൺട്രി വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് ലൈക്ക് US and UK എന്ന് പറഞ്ഞ തരത്തിലേക്ക് മാറ്റാൻ പറ്റും നമുക്കൊരു കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ. അത് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ലോങ് ടൈം പ്ലാനിങ് എല്ലാം ചെയ്തിട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ സഹായിക്കുന്ന തരത്തിലും ഡൊമസ്റ്റിക് മാർക്കറ്റിനെ സഹായിക്കുന്ന തരത്തിലേക്കും ആളുകളുടെ ഇടയിലേക്ക് ഇൻകം ഉണ്ടാവണം, അവർക്ക് വാങ്ങാൻ. ഇതിന് പ്രൊഡക്ഷൻ ഉണ്ടാവണം. അപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ ജോലി ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് കിട്ടുന്ന 1 കിലോ കൊഞ്ചിന് കിട്ടുന്ന 300 രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 200 രൂപയാണെങ്കിൽ അത് 100 രൂപയായി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഇത് കൺസ്യൂം ചെയ്യുന്ന തരത്തിലേക്ക് നമുക്കിവിടെ മാർക്കറ്റ് ഉണ്ടാവണം. ഇതിനൊരു രാഷ്ട്രീയ മാനം ചർച്ച ചെയ്യപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ദശകത്തോളം മാത്രമായിട്ടാണ് ഇത്രയധികം അമേരിക്കയെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായി. ഒരുപക്ഷെ ഒരു നെഹ്റുവിയൻ വിദേശ നയത്തിൻ്റെ ശൈലിയിൽ നിന്നും വലിയ തോതിൽ നമ്മൾ മാറി. അതിൻ്റെ ഒരു ദുരന്തം കൂടിയല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതിനെക്കുറിച്ച് രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട് CPM ഉണ്ടാവുമല്ലോ. ഈ രാഷ്ട്രീയമായ നിലപാടുകൾ തന്നെയാണ് അടിസ്ഥാനം. ഇപ്പം നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ മിക്സഡ് എക്കണോമി ആയിരുന്നു എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. ആ മിക്സഡ് എക്കണോമി കാലത്ത് തന്നെ അതിനകത്ത് ചെയ്ത ചില തെറ്റുകൾ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ലൈസൻസ് രാജ് പോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് എത്രയോ കാലം നമ്മുടെ കൊച്ചിലെ മുതൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലം വരെ, കോളേജിൽ പഠിക്കാൻ തുടങ്ങുന്ന സമയത്താണ് മാരുതി പറ്റിയുള്ള മാരുതി കാർ വരുന്നത്. അതിനു മുമ്പ് അംബാസഡർ, ഫിയറ്റ്, പ്രീമിയർ പത്മിനി, ഹെറാൾഡ് വളരെ അപൂർവമുള്ള കാറായിരുന്നു. ഞാൻ പറയാം നമുക്ക് തന്നെ ഓർമ്മയുണ്ട്. ഈ എന്നാൽ പോലും അന്ന് കുറച്ചുകൂടെ പബ്ലിക് സെക്ടറിനെയും പൊതു കാര്യങ്ങളും. പക്ഷേ ആ സമയത്ത് ലോകത്താകെ ഈ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, ലോകത്താകെ എക്കണോമിയിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ലോക രാഷ്ട്രീയ ബലാബലത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം അമേരിക്കൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടായി ലോകം. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു ഇമ്പാക്റ്റും വന്നു. ടെക്നോളജി വലിയ തോതിൽ ഡെവലപ്പ് ചെയ്തൊരു കാലമാണല്ലോ ആ കാലം. നമുക്ക് നമ്മുടെ കൊച്ചിലെ അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരു 20 വയസ്സിൽ താഴെയുള്ള ആൾക്ക് പഴയ കാലം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. 30, 35, 40 വയസ്സുള്ളവർക്ക് പഴയ കാലം കുറച്ചെങ്കിലും അറിയാം. അത്ര വലിയ മാറ്റം വന്നു ടെക്നോളജിയിൽ. ആ ടെക്നോളജി മാറ്റവും സാധാരണഗതി ലോക സമ്പത്തിനെയൊക്കെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ
ഇപ്പോഴും മലയാളത്തിൽ പത്രത്തിൽ എഴുതുക, അവിടെ ഒരു മന്ത്രി പോയി 13 ലക്ഷം ചിലവാക്കി, വലിയ വാർത്തയാണ്. ഇവിടെ കേരളത്തിലെ പകുതി വീടുകളിൽ നിന്നല്ല, 2 ഭാഗം വീടുകളിൽ നിന്ന് പുറത്തു പോവുകയും കേരളത്തിലെ ഒരു നല്ല ശതമാനം ആളുകൾ വർഷത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ അമേരിക്ക മക്കളുടെ അടുത്ത് പോയിട്ട് വരികയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയിട്ട് വരുന്നുണ്ട്. ഈ നമ്മൾ പക്ഷേ പലപ്പോഴും ഈ പഴയ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ അവിടെ പോയി ഇവിടെ പോയി നമ്മുടെ നാട്ടിൽ വന്ന ചേഞ്ച്, ലോകത്താകെ വന്ന ചേഞ്ചിനെ ഒട്ടും പുറകിലല്ലാതെ വന്നു. ഈ ഗ്ലോബലൈസേഷൻ കാലത്ത് ടെക്നോളജി ലോകത്ത് ഡെവലപ്പ് ചെയ്തപ്പോൾ പണ്ട് അത്രയും ടെക്നോളജി ഇല്ല, ലിമിറ്റ് ചെയ്തിരുന്നു. ഈ ടെക്നോളജി വന്ന കാലത്ത് ഡിപ്പെൻഡൻസ് കൂടിയിട്ടുണ്ടെന്ന സത്യമാണ്. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മുടെ ഇവിടെ ഈ നോളജിൻ്റെ വലിയൊരു കുതിച്ചാട്ടം ഉണ്ടായി, ലോകത്തെ ഉണ്ടായ അറിവുകൾ പലതും നമുക്ക് ഇവിടെ ആക്കി. ഇപ്പം തന്നെ കേരളത്തിലെ നിന്ന് മാറ്റുക, നമ്മുടെ ഏത് വില്ലേജിലും ചെറിയ സ്ഥലങ്ങളിൽ തന്നെ ആധുനിക കമ്പനികൾ സ്ഥാപിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ അറിവുണ്ടല്ലോ. ഇപ്പോൾ സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം സോഹോ കോർപ്പറേഷൻ നടത്തിയത് നേത്ര സെമി എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അത് കേരള കമ്പനിയാണ്. ഈ സോഹോ കോർപ്പറേഷൻ്റെ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു യൂണിറ്റ് അവർ തുടങ്ങിയത് കൊട്ടാരക്കരയാണ്, എൻ്റെ മണ്ഡലത്തിലാണ്. എന്നുവെച്ചാൽ കൊട്ടാരക്കര പോലെ ഒരു 2 ടയർ സിറ്റിയിൽ IT റിസർച്ച്, പ്രത്യേകിച്ച് R&D ആണ്. അവിടെ വെച്ചാണ് ഈ നേത്ര സെമിക്കാരുമായിട്ടും ഇവരും സംസാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു കൊട്ടാരക്കര മാത്രമല്ല, കേരളത്തിൻ്റെ റൂറൽ മേഖലകളിൽ എവിടെ വേണമെങ്കിലും ലോകോത്തരമായിട്ടുള്ള R&D ഫെസിലിറ്റി ഉണ്ട്, പറ്റുന്ന ചെറുപ്പക്കാരുമുണ്ട്. അതിന് ആളെ കിട്ടും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ആളുകളെ കിട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒറീസയിൽ ഒരു പരിപാടിക്ക് പോയിരുന്നു, മലയാളി അസോസിയേഷനും അല്ലാതെ ഒരു പരിപാടി. അവിടെ വർക്ക് ചെയ്യുന്ന മലയാളികളായ ചിലർ അവരുടെ കമ്പനികളിൽ വർക്ക് ചെയ്യാൻ വേണ്ടത് കേപ്പബിളായിട്ടുള്ള എലിജിബിളായ, അത് ഇതിൻ്റെ നോഹൗ ഉള്ള ആളെ കിട്ടുന്നില്ല. എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ്. ജോലിയുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വന്നു, ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നു. അപ്പോൾ ഇത് ഈ കാലത്ത് ഇങ്ങനൊരു മാറ്റം ഉണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് സാധ്യത കൂടിയിട്ടുണ്ട്. ആ സാധ്യത എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയത്തെ ഒരു കാലം വരുമ്പം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, നേരത്തെ ആളുകൾ വലിയ തോതിൽ കോവിഡ് കഴിഞ്ഞ സമയത്തൊക്കെ UK-യിലേക്കും യൂറോപ്പിലേക്കും കാനഡയിലേക്കും ഒക്കെ പഠിക്കാനാണെന്ന് പറഞ്ഞ് ജോലിക്ക് പോയി. ഇപ്പോൾ അവിടെ ഒന്നും ആളെ വേണ്ട, അവർ വളരെ ദുരിതത്തിലാണ്. പറ്റും വലിയ ലോൺ എടുത്തിട്ട് പണം പുറത്തേക്ക് പമ്പ് ചെയ്ത് പോയതാണ്. ഇനിയത്തെ ഒരു കാലം വരുമ്പോൾ ആരും പുറത്തേക്ക് അങ്ങനെ പോകാൻ തയ്യാറാവത്തില്ല. ഞാനിത് പറയുമ്പോൾ അത്ഭുതമായിട്ട് ചിലപ്പോൾ തോന്നാം. കാണാനൊക്കെ പോകും, എന്നാൽ അമേരിക്ക ഒന്ന് കണ്ടു കളയാം, ഇംഗ്ലണ്ടിൽ നിന്ന് കണ്ടു കളയാം. പക്ഷേ നമ്മുടെ ഇവിടെ അത്രയും ജോലി ചെയ്യാനും ഇവിടുത്തെ സൗകര്യവും ഇല്ല എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഉണ്ട് നമ്മുടെ ഇവിടെ സൗകര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡോടെ വരുന്നുണ്ട്. പലരും പുറത്തുപോയി ചെയ്തവർ ഇവിടെ വന്നിട്ട് പിന്നെ ബിസിനസ് ചെയ്യുന്നു. ഇവിടെ നിന്ന് തന്നെ ലോകത്തെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ട്രാൻസ്ഷിപ്മെൻറ്റ് സൗകര്യങ്ങളുള്ള തുറമുഖം. ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ട് പോയി പിന്നെ ശ്രീലങ്കയിലോ സിംഗപ്പൂരിലോ ദുബായിലോ ഒന്നും പോകണ്ടാതെ തന്നെ കൈകാര്യം ചെയ്യാവുന്ന കാര്യം. ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ സാധ്യതയുണ്ട്. നമ്മൾ കാണുന്നതിനേക്കാളും നല്ലതുപോലെ ഈ ഇമ്പാക്റ്റ്, ഡെവലപ്മെൻറ്റിനുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിനെ നമുക്ക് നേരിടാം. ഇപ്പോഴത്തെ ഈ താൽക്കാലിക പ്രതിസന്ധി ആയിരിക്കും. US പറയുന്നൊന്നും അധികം നിൽക്കാൻ പോകുന്നില്ല. കാരണം അവർക്കും പ്രശ്നമാണ്. ഇൻറ്റീരിയർ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ, എന്നോട് ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് കൊട്ടാരക്കരയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അമേരിക്കൻ പോലീസിലാണ്, അവിടുത്തെ പൗരനാണ്. പക്ഷേ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ആയതുകൊണ്ട് അവരും അവിടെ ജോലിയാണെന്നാലും വർഷത്തിൽ 1 പ്രാവശ്യം വരും. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് റോഡൊക്കെ ഇവിടെ? അപ്പോൾ പറഞ്ഞു അടിപൊളിയാണ്. വെച്ചാൽ ഇവർ അവിടെ പൗരനാന്ന് വെച്ചാൽ അവിടത്തേക്ക് അങ്ങ് മാറിയിട്ടൊന്നുമില്ല. അവിടുത്തെ റോഡുകൾ BMC നല്ല 1-ാം തരം റോഡുകളാണ്. ഇപ്പോൾ ചില സ്ഥലത്ത് വീതിയൊക്കെ ഇല്ലാത്ത പ്രശ്നമുണ്ട്. അവിടുത്തെ ഇൻറ്റീരിയർ റോഡുകളെക്കാളും, അമേരിക്ക ഒരു വലിയ രാജ്യമാണല്ലോ, അവിടുത്തെ ഇൻറ്റീരിയറിലുള്ള ഡെവലപ്മെൻറ്റിനേക്കാളും നമ്മുടെ കേരളത്തിൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇത് അതിശയോക്തിയല്ല. ഞാൻ പറയുമ്പോൾ വിചാരിക്കും, ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനെ പറയാം. നോക്കിക്കോളൂ, അന്വേഷിച്ച് നോക്കിക്കോളൂ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്റീരിയറിൽ, ഡൽഹിയിൽ ഉൾപ്പെടെ, ഞാൻ DYFIയുടെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി വർക്ക് ചെയ്താണ് ഡൽഹിയിലുണ്ടായിരുന്നു. അവിടെ ന്യൂഡൽഹി കഴിഞ്ഞ് ഓൾഡ് ഡൽഹിയും, അവിടെ യമുനയുടെ തീരങ്ങളിലേക്ക് പോകണം. അവിടത്തേക്ക് ജീവിത സാഹചര്യം എന്താ? ഡൽഹി പോലും അത്ര മാറ്റം നമ്മുടെ കേരളത്തിൽ വന്നു. അപ്പോൾ ഇന്ത്യ മൊത്തം ഒരേപോലെ അല്ല ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ തന്നെ നമുക്ക് ഇത്തരം മോഡലുകളുണ്ട്, നമുക്ക് ഡെവലപ്പ് ചെയ്യാം, നമുക്ക് നല്ല ജോലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ എല്ലാവരും അങ്ങ് പുറത്തേക്ക് പോയിട്ടല്ല, പുറത്തേക്ക് പോവും. പക്ഷേ നമ്മുടെ നാട്ടിൽ അഭിമാനകരമായി ലോകത്തേക്കാകെ കൊടുക്കാൻ പറ്റുന്ന സർവീസുകളും ഉൽപ്പന്നങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രാജ്യം എന്ന നിലയിലുള്ള അംഗീകാരം വർദ്ധിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് നല്ലപോലെ നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് പണ്ട് നമ്മൾ ലോകത്തെ വലിയ ട്രേഡിലും പിന്നെ എല്ലാത്തിലും, കൾച്ചർ, ട്രേഡ്, ബിസിനസ്സിന് എല്ലാം മുന്നേ നിന്നിരുന്ന പിന്നെ ടെക്നോളജി എന്നുവെച്ചാൽ പഴയ കാലത്തെ മോശമല്ല ഇന്ത്യ. ലോകത്തെ ഏറ്റവും മെച്ചം നമ്മൾ മാത്രമാണെന്നൊക്കെ ഉള്ളത് അങ്ങനത്തെ മിഥ്യയല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ആ സാധ്യതയുണ്ട്, അത് നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു ടെമ്പററി ഫിനോമിനാണ്. ഇവർ പറഞ്ഞേക്കുന്നൊന്നും ഇപ്പം തന്നെ ഞാൻ വായിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ വലിയ തോതിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അതിനെതിരായിട്ടുള്ള സമരമാണ്. പക്ഷേ ഒരു ആശങ്കയുണ്ട്. ഇന്ത്യക്കാർ
30-40 വർഷമായി അവിടെ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാർ അവിടെ നിന്ന് പോരേണ്ടി വരുന്ന തരത്തിലേക്കാണല്ലോ ഇയാളെ പ്രാന്ത്. എന്തും പറയുമല്ലോ. എന്താണ് ആ നാളെ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞൂടാ. ചെറിയ സാധാരണ ജോലിക്കാരുടെ മുതൽ രാജ്യങ്ങളോട് വരെ ഇതാ സമീപനം. കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രവർത്തകയോടെ ട്രംപ് തട്ടിക്കയറുന്നതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ വീഡിയോ കണ്ടു. ഒരു സ്ത്രീ ചോദിക്കും, സാർ എന്നെ നേരത്തെ വിളിച്ചായിരുന്നല്ലോ, എനിക്കൊരു ചോദ്യം ചോദിക്കാൻ അവസരം തരണം. നോ 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 നോ, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയില്ല, അതുകൊണ്ട് ദിസ് യങ് ഇഷ്യൂ. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞാൽ ശരി ഞാൻ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പിലൊരു ആശയ്ക്ക് ചെയ്യേണ്ടതല്ലല്ലോ ലോക രാഷ്ട്രീയവും ലോകങ്ങളുമായിട്ടുള്ള ബന്ധവുമൊക്കെ. അത് ഓരോ രാജ്യങ്ങളും അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട്. ഈ രാജ്യങ്ങളുടെ എല്ലാം ചർച്ച ചെയ്ത ഞാൻ അത് മറ്റേത് പറഞ്ഞു നിർത്തേ, ഇവർക്ക് ഞാനിത് ചെയ്തു, മറ്റവന് ഞാൻ 100 രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യല്ലേ വേണ്ട. അങ്ങനെ ഒരു ട്രംപിനോടാണ് നമ്മൾ ഇത്ര വിധേയപ്പെട്ട് നിന്നൊരു പ്രധാനമന്ത്രി നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ആ പ്രധാനമന്ത്രിയോട് പോയി ആഭ്യന്തരമായി അയാൾക്ക് വോട്ട് ചോദിക്കുക പോലും ചെയ്ത ഇന്ത്യ കണ്ടിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ അത്ര ആശ്രയം ഉണ്ടാക്കുന്ന രീതിയിൽ 10 വർഷം പോയി. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ നേരത്തെ ചോദിച്ച പോലെ നെഹ്റുവിയൻ ശൈലിയിലേക്ക് റഷ്യയും ചൈനയും തുടങ്ങിയ ലോക രാജ്യങ്ങളിലേക്ക് ആ മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു നയത്തിലേക്ക് മാറുകയാണ്. ആ ഒരു ദുരന്തം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സമയം കൂടിയല്ലേ ഇത്? ഈ നെഹ്റുവിയൻ യുഗത്തിലേക്ക് പോകുന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. നെഹ്റുവിൻ്റെ പാർട്ടി തന്നെ ആ യുഗം വിട്ടു. നെഹ്റുവിൻ്റെ പാർട്ടി നെഹ്റുവിനെ മറന്നുപോയി, ഗാന്ധിജിയെ മറന്നുപോയി എന്നുള്ളത് വേറെ കാര്യം. അവരാണ് വാസ്തവത്തിൽ ഈ ദുരന്തം തുടങ്ങി വെച്ചത്. ഈ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ഈ ദുരന്തം തുടങ്ങി വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലൈസൻസ് രാജ്, ലൈസൻസ് കൊടുക്കുന്നവർക്ക് മാത്രം. വാസ്തവത്തിൽ നല്ലൊരു കോമ്പറ്റീഷൻ ഇന്ത്യൻ എക്കണോമിക്കകത്ത് തന്നെ വരേണ്ടതല്ലേ. അവിടുന്ന് തുടങ്ങി പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവർക്ക് കോട്ടറി അവർ ഇഷ്ടപ്പെടുന്നവർ വിചാരിക്കണം. അവിടുന്ന് വന്നിട്ട് ഇപ്പം പിന്നെ ഇവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. കോൺഗ്രസ് പാർട്ടി അവർക്കൊരു എക്കണോമിക് ആൾട്ടർനേറ്റീവ് ഇല്ല അവർക്ക്. ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നോക്കിക്കോളൂ. ഇപ്പോൾ ഈ വോട്ടർ പട്ടികയുടെ കാര്യത്തിനകത്ത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇറങ്ങി. ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് അധികാരമുള്ളപ്പോൾ അവരെങ്ങനെയാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്? അവർക്ക് സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് ശക്തമായൊരു ചർച്ച അവിടെ ഉണ്ടോ? കേരളത്തിലെ അസംബ്ലിയിൽ എന്തെങ്കിലും ഇവർ കാര്യമായി പറയാറുണ്ടോ? കേരളത്തിൽ പുറത്തിറങ്ങി ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന രാഷ്ട്രീയം അല്ലാതെ അവർ പലരും പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞോട്ടെ. കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും കേരളത്തിലെ UDF-ന് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടൊന്നും മുദ്രാവാക്യം വിളിക്കണമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല, പറയണ്ട. പക്ഷേ വസ്തുത പറയണ്ടേ. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയാണ്, BJP ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് പറയണ്ടേ. ഏത് കാര്യത്തിലും സത്യസന്ധമല്ലാതെ പെരുമാറുന്നത് അവരുടെ നയത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് നെഹ്റുവിയൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞത് നെഹ്റുവിയൻ വിദേശ നയം, ചേരിചേരാ നയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചേരിചേരാ നയത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ലോകത്തിൽ തന്നെ രാഷ്ട്രീയ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു. റഷ്യ പഴയ റഷ്യയൊന്നുമല്ല, സോവിയറ്റ് യൂണിയൻ അല്ല. റഷ്യ തന്നെ ഇപ്പം അങ്ങേയറ്റം പിന്നെ വേറൊരു സമീപനത്തിൽ. പക്ഷേ അങ്ങനെ വേറൊരു സമീപനത്തിലേക്ക് അവർ പോയി എന്ന് പറയുമ്പോഴും നമുക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും സഹായം വേണം. ചൈനയോടെ നമുക്ക് വേണം. ചൈനയോടെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമ്മുടെ ബിസിനസ് നോക്കിയിട്ടേ പറ്റുള്ളൂ. ഇന്ത്യക്ക് വിയറ്റ്നാമിനും ചൈനയ്ക്കും ഒക്കെ പക്ഷേ ഒരു മോഡൽ അവർക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ട്. വളരെ ദരിദ്രമായിരുന്ന വിയറ്റ്നാം ലോകത്തിലെ വലിയ തോതിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച ഒരു എക്കണോമി അവർ ഡെവലപ്പ് ചെയ്തു. ചൈന അങ്ങനെ ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്തു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടി ചൈന ലോകത്തെ ഏറ്റവും വലിയ എക്കണോമി അടുത്ത് തന്നെ ആവും. കാരണം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, പ്രൊഡക്ഷൻ ബേസ്ഡ് ആണല്ലോ എപ്പോഴും എക്കണോമി എന്ന് പറഞ്ഞാൽ. ഈ കച്ചവടത്തിൽ കൂടെ പൈസ ഉണ്ടാക്കുന്നതല്ല, ഉൽപ്പാദനത്തിൽ കൂടെ പൈസ ഉണ്ടല്ലേ ലോങ് ടൈം നിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് നല്ല റോഡും പാലവും ഫാക്ടറികളും ജോലിയും വേണം. അല്ല നിങ്ങളൊരു ബാങ്ക് നടത്തി കുറച്ച് ലാഭം ഉണ്ടാക്കി ഷെയർ ട്രേഡ് നടത്തി, അത് ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ സ്വഭാവമാണ്. ആ തരത്തിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫാർ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് പലതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചൈനയും ഇവരും മാത്രമല്ല ഞാൻ പറഞ്ഞത്, ജപ്പാൻ എക്കണോമി ഉണ്ട്, കൊറിയയുടെ എക്കണോമി ഉണ്ട്. പല എക്കണോമികളിലും അവരുടെ ബേസിക് പ്രൊഡക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും മാർക്കറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി അദ്ദേഹം വിചാരിച്ചത് പിന്നെ അവിടെ പോയി വോട്ട് ചോദിച്ചു, ഇന്ത്യൻ ഡയസ്പോറയൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായി എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഞാൻ തീരുമാനം എടുക്കാൻ പോവാം. എന്തോ വ്യക്തിപരമായ ബുദ്ധിമുട്ട്? ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രി ചെല്ലുന്ന സമയത്ത് അമേരിക്ക പിന്നെ പാകിസ്ഥാൻ്റെ ജനറലിനെ വിളിച്ച് അതിനേക്കാളും പ്രാധാന്യത്തോടു കൂടി അവിടെ ഡിന്നർ കൊടുക്കുകയും ലഞ്ച് കൊടുക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ അവമാനിക്കുന്നതാണ്. ഞാൻ ഈ യുദ്ധത്തിൻ്റെ പ്രാന്തിനൊന്നും അനുകൂലമല്ല, നമ്മളാരും അനുകൂലമല്ല. അത് ഇസ്രായേൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രാന്തമായാലും ഇറാന് നേരെ നടക്കുന്ന പ്രാന്തമായാലും യുദ്ധം കൊണ്ട് പരിഹാരം ഉണ്ടാവില്ല. ചിലയിടത്തൊക്കെ നമുക്ക് നമ്മുടെ പ്രതിരോധത്തിന് ആവശ്യമായ ആയുധങ്ങളും നമ്മുടെ നേരെ വന്നാൽ നമ്മൾ നേരിടണം. പക്ഷേ യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞിട്ടൊന്നും ലോകമൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഉള്ള ആ യുദ്ധത്തിനെ അഗ്രവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സമീപനമല്ലേ അമേരിക്ക എടുത്തത്.
പാകിസ്ഥാൻ്റെ ജനറലിന് സാധാരണ ഒരിക്കലും കൊടുക്കാത്ത ഒരു പരിഗണന കൊടുക്കുകയും ഇന്ത്യൻ ഭരണാധികാരികൾക്ക് ആ പരിഗണന കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് വ്യക്തിപരമായ വലിയ നഷ്ടം ഉണ്ടാകുന്ന ഒരു തീരുമാനമാണെന്ന് പറയുന്നത് എന്തിനാണ്? ഓൾറെഡി വ്യക്തിപരമായ നഷ്ടമുണ്ട്. ഇന്ത്യ ഗവൺമെന്റിനെയും ഇന്ത്യയിലെ ജനങ്ങളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ട്രംപിന്റെ സമീപനം എടുക്കുന്നത്. അതുകൊണ്ട് വ്യക്തിയല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രി BJPയുടെ നേതാവായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരികളോടും ഗവൺമെന്റിനോടും കാണിക്കേണ്ട സമീപനം അവർ കാണിക്കണം. ഇന്ത്യക്കകത്ത് BJP ഗവൺമെന്റ് ചെയ്യുന്ന നിലപാടുകളെ അതിശക്തമായിട്ട് എതിർക്കേണ്ടതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിക്കുന്നുള്ള പരാതി വരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ലജ്ജാകരമല്ലേ? ഇന്ത്യയിലെ നിയമനങ്ങളുടെ കാര്യത്തിനകത്ത്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളുടെ കാര്യത്തിൽ പാർലമെന്റിനെ ആകെ ഒരു നിഷ്പ്രഭമാക്കുന്ന തരത്തിലേക്ക് അത് കൈകാര്യം ചെയ്യുന്നു, ബില്ലുകൾ പാസ്സാക്കുന്ന രീതി. ഇതെല്ലാം അവിടെ ട്രംപ് കാണിക്കുന്ന ഏകാധിപത്യത്തിൻ്റെ വേറൊരു മോഡലാണ് ഇന്ത്യക്കകത്ത് കാണിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം അങ്ങനെ കാണിക്കാൻ പാടില്ല. ഇപ്പം കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എൻ്റെയോ നിങ്ങളുടെയോ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെയോ വലതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയോ അല്ലല്ലോ. ഒരു വലിയ ട്രഡീഷനുണ്ട്. ആ വിദ്യാഭ്യാസത്തിനകത്ത് RSSനെ കുത്തിത്തിരുകാനും മുഴുവൻ അതിനകത്തുള്ള കണ്ടന്റ് മാറ്റാനും ശ്രമിക്കുന്നത് കേരളത്തിൽ വരികയാണ്, ഗവർണറെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന BJPയുടെ നയങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അതൊന്നും വ്യക്തിപരമായ രാഷ്ട്രീയമായ ഒരു പാർട്ടിയുടെയോ അതിനകത്ത് നിൽക്കുന്ന വ്യക്തികളുടെ പ്രശ്നമല്ല. ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക്, ആ സിസ്റ്റത്തിനെ തകർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെ എതിർക്കുമ്പോൾ തന്നെ ഇവർ ഈ അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കാൻ മുന്നോട്ട് പോകണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അതിനകത്ത് നമ്മുടെ എക്കണോമിയെ ശക്തിപ്പെടുത്താൻ ഓരോ സംസ്ഥാനവും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെ ഉറച്ച് നിൽക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇപ്പോഴും വിഷമത്തിലാണ്. എനിക്ക് എന്ത് വ്യക്തിപരമായ നഷ്ടം? കൃഷിക്കാർക്കും സാധാരണക്കാരും ഇപ്പോൾ പാൽ ഇറക്കുമതി ചെയ്താൽ എന്താവും? ഞാൻ ഈ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്ര യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങളിനകത്ത് ശക്തമായ നിലപാടെടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം എന്നുള്ള കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങൾക്കെല്ലാം ഞങ്ങളൊക്കെ ശക്തമായിട്ടിരിക്കും. കാരണം ഇന്ത്യയുടെ എക്കണോമി തകർക്കുന്ന, ഇന്ത്യക്കകത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമല്ല, ഇത്രയും ജനസംഖ്യയുള്ള വലിയ പാരമ്പര്യമുള്ള എല്ലാ തരത്തിലും നല്ല മുന്നേറ്റമുള്ള ഒരു രാജ്യം എന്ന നിലയിൽ നമ്മുടെ സമ്പദ് രംഗത്തും നമ്മുടെ ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള പരിപാടികളിൽ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകണം നമ്മുടെ അഭിപ്രായം. അതേസമയം സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സമീപനം ഇങ്ങനെ അല്ല എന്നുള്ള കാര്യം കൂടി കാണണം. അതെ, അതൊക്കെ ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പോൾ നമ്മുടെ ഈ സാമ്പത്തിക ഉപരോധ സമാനമായൊരു സമീപനം നമ്മൾ കുറേ നാൾ ചർച്ച ചെയ്തു. ഇപ്പോൾ മുഖ്യധാര ചർച്ചയിൽ പോലും കടന്നു വരാതെ സർക്കാരിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലും കേസ് ഭരണഘടനാ ബെഞ്ചിലിരിക്കുകയാണ്. നമ്മൾ അതിജീവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റൊക്കെ നോക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക ഈ കേന്ദ്രത്തിൻ്റെ സമീപനത്തോട്? ഈ കേന്ദ്രത്തിൻ്റെ സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അത് തിരുത്തിയേ പറ്റൂ. അത് വേറൊന്നുമല്ല, നമ്മൾ ഒരു നാട്, നമ്മുടെ വീട് നടത്തിക്കൊണ്ട് പോകുമ്പോഴായാലും നിങ്ങൾക്ക് ഒരാൾ 2 ലക്ഷം രൂപ തരാനുണ്ട്, നിങ്ങളുടെ സ്ഥലം അവർ നോക്കുക, നമ്മൾ ജോയിൻ്റായിട്ട് നോക്കുക, 2 ലക്ഷം ഒരു വർഷത്തിൽ തരാനുണ്ട്. അവരത് തരാതെ ഇതിൽ നിന്ന് എടുത്തെടുത്ത് അവർക്ക് ഇച്ചിരി നല്ല ബലവും കൂടെ ഉള്ളതുകൊണ്ട് അവർ 1 ലക്ഷത്തിൽ താഴെ തരുന്നുള്ളൂ. പിന്നെ അത് കുറച്ച് 80,000 ആക്കുന്നു. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ 80,000 കൊണ്ട് ഞാൻ നടത്തുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ബുദ്ധിമുട്ടി 1,20,000 കണ്ടെത്തി നടത്തുന്നു എന്നുള്ളതല്ലോ. ഇവിടെ കേരളം തകർന്നു പോകുമെന്ന് പറഞ്ഞു, പ്രതിപക്ഷം പറഞ്ഞു, ഗവൺമെൻറ് വന്നപ്പോൾ അവർ കേന്ദ്രത്തിൻ്റെ ഈ കാര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണ്, ഇവിടെ ഒന്നുമില്ല, അതില്ല. അവർ ചിന്തിക്കാനൊരു കാരണമുണ്ട്. കാരണം ഒരു വർഷം 57,000 കോടി രൂപയാണ് കേരളത്തിന് കുറഞ്ഞത് സെൻട്രൽ പലതരത്തിൽ. ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പത്തെ 5 വർഷക്കാലം വളരെ നന്നായി സാമ്പത്തിക ചെലവാക്കേണ്ടി വന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലമാണ്. കാരണം ഏത് ഗവൺമെൻറ്റും പ്രളയവും മറ്റു കാര്യങ്ങളും കോവിഡും എല്ലാം വന്നപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതായ ചില അഡീഷണൽ ഗ്രാൻറ്റ് മാത്രമല്ല, ബോറോയിങ് കൂടുതലെടുക്കാം, പിന്നെ അങ്ങനെ കുറേ പണം വന്നു. നമുക്ക് അങ്ങനെ എല്ലാം നമ്മൾ 1,15,000 കോടി രൂപ ഒരു വർഷം ചിലവാക്കിക്കൊണ്ടിരുന്ന സമയം. അതിന് മുമ്പത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 80,000 കോടി രൂപയാണ് ഒരു വർഷം ചിലവാക്കിയിരുന്നത്. ശരാശരിയാണ്. തുടങ്ങി 1,15,000 തുടങ്ങി 1,30,000 വരെയാണ് ഒന്നാം പിണറായി സർക്കാർ. അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നിന്ന് നമ്മൾ ചുമതല ഏറ്റെടുക്കുമ്പോൾ, രണ്ടാം പിണറായി സർക്കാർ ചുമതല എടുക്കുമ്പോൾ, കോവിഡ് സമയത്ത് ഇന്ത്യയിൽ ആകെ ശമ്പള പരിഷ്കരണം നടത്തിയത് ഒറ്റ സംസ്ഥാനത്താണ്. സാമാന്യം നല്ല ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവുമാണ്. 30,000 കോടിയാണ് അധിക ബാധ്യത ഒരു വർഷം. ക്ഷേമ പെൻഷൻ 1,600 ആക്കി. ഏപ്രിൽ മുതലാണ് കൂടുതൽ കൊടുത്തു തുടങ്ങിയത്. ആ ഡിസംബർ മുതലാണ് ഒരു 400 വർദ്ധിച്ച്. പിന്നെ ലൈഫ് പദ്ധതി, മറ്റു പദ്ധതികളൊക്കെ ഉണ്ട്. കിഫ്ബി വന്നിട്ട് നമ്മൾ വലിയൊരു ഡെവലപ്മെൻറ്റ് നടത്തി. കിഫ്ബി എന്ന് പറഞ്ഞാൽ സാധാരണ ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കേണ്ടതല്ല, അതൊരു പ്രത്യേക ഒരു കമ്പനി പോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റിയാണ്. അത് ലോൺ എടുക്കും,
10-30 വർഷം കൊണ്ട് കൊടുത്തു തീർക്കും. ഇതാണ് കിഫ്ബിയുടെ മോഡൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ധാരാളം പണം ചിലവാക്കാനുണ്ട്. ബോറോയിങ് 5% വരെ, GST ഇപ്പോൾ 5% വരെ എടുക്കാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിനാൻസ് കമ്മീഷൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 19,000 കോടി 13,000 കോടി ഇങ്ങനെയൊക്കെ അധികം കിട്ടി. ഇതെല്ലാം തൊട്ട് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളാണ്. പിന്നെ GST വന്നപ്പോഴുണ്ടായിരുന്ന വരുമാന നഷ്ടം കുറയ്ക്കാൻ GST കോമ്പൻസേഷൻ ഉണ്ടായിരുന്നു. ശരാശരി 12,000 കോടി. ഇതെല്ലാം പോയി, കുറച്ചു. കിഫ്ബി എടുത്ത ലോൺ മൊത്തം നമ്മളിപ്പോൾ ഈ വർഷവും മുൻപ് കിഫ്ബി എടുത്തതിൻ്റെ പേര് 4,710 കോടി രൂപ ഈ വർഷത്തെ നമ്മുടെ കടത്തിൽ നിന്ന് കുറയ്ക്കും, നമുക്കുള്ള പരിധിയിൽ നിന്ന് കുറയ്ക്കും. 12,000 കോടി രൂപയോളം ഇപ്പം നേരത്തെ 1 രൂപ പോലും ഖജനാവിൽ നിന്ന് കിഫ്ബിക്ക് മുടക്കേണ്ടതില്ലായിരുന്നു. കാരണം കിഫ്ബി ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പനി പോലായിരുന്നു. ഇപ്പോൾ ഏകദേശം 12,000 കോടി രൂപയിലധികം കിഫ്ബിക്ക് വേണ്ടി മാത്രം നമ്മുടെ പ്ലാനിൽ നിന്നും മറ്റ് ചെലവിൽ നിന്നും പോകേണ്ടി വരും. അപ്പോൾ ഈ 57,000 കോടി രൂപ കുറവ് വരുമ്പോൾ ആകെ അന്ന് 1,15,000 കോടി ചിലവാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് ഇയർ ഓഫ് ദി ഫസ്റ്റ് പിണറായി ഗവൺമെൻറ് 1,30,000 കോടിക്ക് അടുത്താണ് ചിലവാക്കിയത്. അതിൽ 57,000 കോടി വരുമ്പോൾ എന്ത് സംഭവിക്കും? മൊത്തം നിന്നു പോകും. അപ്പോൾ അവർ വിചാരിച്ചു നിന്നത് തന്നെ. എന്തായാലും നമ്മുടെ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് നിന്നിട്ട് പിടിച്ചു നിന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ വലിയ കുതിച്ചുകയറ്റത്തിലൊന്നുമല്ല, പക്ഷേ ഇത് അടച്ചുപൂട്ടി പോകും എന്ന അവസ്ഥയിൽ നിന്ന് അങ്ങനെ അടച്ചുപൂട്ടത്തില്ല. ഈ 4 വർഷം കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ ഈ പരിമിതി പണത്തിൻ്റെ വന്നിട്ട് നമുക്കിപ്പം 1,15,000 കോടിയാണ് ശരാശരി ചിലവാക്കിയെങ്കിൽ ഇപ്പോൾ അത് ശരാശരി 1,70,000 കോടിയിലേക്ക് എത്തി. ഇത്രയും കുറവുണ്ടായിട്ട് ഈ കഴിഞ്ഞ വർഷം 1,75,000 കോടിയോളമാണ് ലാസ്റ്റ് ഇയറിൽ നമ്മൾ ചിലവാക്കിയത്. അതിന് മുമ്പത്തെ 3 വർഷം 1,60,000 എടുത്തായിരുന്നു. ഇത് നേരത്തെ ബാലി സുഗ്രീവന്റെ കാര്യം. അപ്പം ഇങ്ങനെ ചിലവാക്കുമ്പോൾ അതിനെന്താ കാര്യം? എങ്ങനെ പറ്റിയേ? ഇത് ചുമ്മാതെ വരത്തില്ലല്ലോ. 47,000 കോടിയായിരുന്നു നമ്മുടെ നികുതി വരുമാനം, ആകെ തനത് നികുതി വരുമാനം എന്ന് പറയും, സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ. 7,000 കോടിയായിരുന്നു നോൺ ടാക്സ് റവന്യൂ. അത് രണ്ടുകൂടി ചേർന്ന് 54,000 കോടി ആയത് ഈ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 95,000 കോടിയിലേക്ക് എത്തി. അടുത്ത വർഷം നമ്മൾ 1,00,000 കോടി കടക്കും, 1,05,000 കോടി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏകദേശം 50,000 കോടി അതിൽ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് ഈ 57,000 കോടി പിടിച്ചു നിന്നത്. അപ്പം നിന്നിടത്ത് നിൽക്കാനേ പറ്റുന്നുള്ളൂ. യഥാർത്ഥത്തിൽ നഷ്ടം വന്ന എത്ര? 5 വർഷം കൊണ്ട് 2,50,000 കോടി. 2,50,000 കോടി നഷ്ടം വന്നിട്ട് വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ട് പിടിച്ചു നിന്നു. പക്ഷേ ഈ 2,50,000 കോടി പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് സൗകര്യത്തിന് എടുക്കാനുള്ളതാണോ? ഈ 2,50,000 കോടി നിങ്ങൾക്കും എനിക്കും കേരളത്തിലെ ഓരോരുത്തർക്കും കിട്ടേണ്ടതല്ലേ? ഒരു വർഷം ശരാശരി 10,000, 40,000, 50,000 കോടി അധികം ചിലവാക്കേണ്ടതല്ലേ? ഇത്രയും കിട്ടാനുണ്ട്, അത് കിട്ടിയേ പറ്റൂ. അത് കേരളത്തിന് കിട്ടണം. ഇതാണ് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞു, കേന്ദ്ര ധനകാര്യ കമ്മീഷനുകൾ പണം ഓരോ സംസ്ഥാനത്തിനും കൊടുക്കും. കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് 100 രൂപ താഴോട്ട് കൊടുക്കുമ്പോൾ 3 രൂപ 82 പൈസയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ തൊട്ടുമുമ്പ് 14ാം ധനകാര്യ കമ്മീഷനാണ്. ഐസക്ക് ധനകാര്യമന്ത്രിയായിരിക്കുന്ന ആ സമയത്ത് 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അത് 1.92 ആക്കി. അത് തമ്മിൽ മാത്രം 8,000 കോടിയുടെ വ്യത്യാസമുണ്ട്. ആ രണ്ട് ഗവൺമെൻറ് തമ്മിൽ മാത്രം. 10ാം ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറവ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയത് നമുക്ക് 27,000 കോടി പറ്റുക. അത്രയും കൂടെ കുറവുണ്ട്. 27 പിന്നെ 1.92 പകരം 3.82 ആയിരുന്നല്ലോ. ഇങ്ങനെ കുറച്ചതിൻ്റെ കാരണം എന്താ? കേരളം വേറൊന്നും ചെയ്തില്ല. കേരളത്തിൽ നല്ല സ്കൂളും ആശുപത്രിയും ഒക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് പണം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് കുറച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം നേരിട്ടിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. നമുക്ക് വളരെ അപൂർവം കുറച്ച് കുടിശ്ശിക ഉണ്ട്. ഇത്രയും കുറവ് വന്നിട്ടും, ഞാനീ പറഞ്ഞ 57,000 കോടിയുടെ കുറവ് വന്നിട്ടും നമ്മൾ ഇപ്പോൾ 1,70,000, അടുത്ത വർഷം നമ്മൾ 2,00,000 കോടിയെങ്കിലും ചിലവാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കിട്ടാനുള്ള 2,50,000 കിട്ടാനുണ്ടെന്നുള്ള കാരണം അത് തന്നേ പറ്റൂ. അതൊന്നും ആർക്കും അങ്ങനെ തരാതിരിക്കാൻ പറ്റില്ല. അതുണ്ടെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ എത്രയോ വന്നേനെ. വിഴിഞ്ഞം പോലൊരു പോർട്ട് 6,000 കോടി സംസ്ഥാന ഗവൺമെൻറ് മാത്രം കൊടുത്തു. നാഷണൽ ഹൈവേ എടുക്കാൻ വേണ്ടിയിട്ട് 4 പണം നമ്മൾ മാത്രം കൊടുത്തു. ഇതെല്ലാം ചെയ്ത ഈ ബുദ്ധിമുട്ടിനിടയ്ക്കാൻ കിഫ്ബി നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പുറത്തുനിന്നുള്ള കടമാണെങ്കിൽ മൊത്തം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. ഇതെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ഇപ്പോൾ കേരളം നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അതിനകത്ത് കുറച്ച് സർക്കാർ ജീവനക്കാർക്ക് DA കൊടുക്കാനുണ്ടെന്നുള്ള കുടിശ്ശിക ഒഴിച്ചാൽ കുറച്ചുണ്ട്. അതെവിടെയും പറയുന്നതാണ്. ഇതൊന്നും മറച്ചു വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു. അതൊഴിച്ചാൽ ബാക്കിയൊന്നുമില്ല. ഈ 2,50,000 കോടിയിൽ കുറച്ചെങ്കിലും കിട്ടിയാൽ എന്താവും സ്ഥിതി? ഈ കേസിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷയുണ്ട്. കേസ് സുപ്രീം കോടതി കിടക്കും. നമുക്ക് ന്യായം ഉണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് വെച്ചേക്കുന്നത്. പക്ഷേ കോടതി നടപടിക്രമം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അന്ന് തന്ന പണവും വീണ്ടും വെട്ടിക്കുറയ്ക്കുകയാണ്. നമ്മൾ ദിവസവും ഇങ്ങനെ ആളുകൾ ആദ്യം പറയുന്നുണ്ടായിരുന്നു, ധനകാര്യമന്ത്രിയായിട്ട് വന്നിട്ട് ഇയാൾക്ക് ഇതുവല്ലോ അറിയാവോ, ദിവസവും ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശരിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, ഈ പറഞ്ഞ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇൻകം ജമ്പ്, ടാക്സ് ജമ്പ് ഉണ്ടായത് ഈ സമയത്താണ്. ടാക്സ് കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആകെ നമുക്ക് സ്വന്തമായിട്ട് ടാക്സ് കൂട്ടാൻ പറ്റുന്ന മദ്യത്തിനും പെട്രോളിനും ഡീസലിനുമാണ്. 4 വർഷമായിട്ട് മദ്യത്തിൻ്റെ വില കൂട്ടിയിട്ടേ ഇല്ല. ഒരു കുപ്പിക്ക് 10 രൂപ കൊണ്ട് സെസ്സം കണ്ടുവന്നിരുന്നു. പിന്നെ പെട്രോളിനും ഡീസലിനും ഒരു പ്രാവശ്യം ഒരു പെട്രോളിയം സെസ് മാത്രം വന്നിരുന്നു, കൂട്ടിയിട്ടേ ഇല്ല.
അങ്ങനെ കൂട്ടാതെ നമ്മുടെ എഫിഷ്യൻസി എക്കണോമി ചലിപ്പിച്ചിട്ട് തന്നെയാണ് ഇത്രയും വന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഇങ്ങനെ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അടുത്ത ഒരു ഘട്ടം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കൂടി ജമ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. കടം സാധാരണ വർദ്ധിക്കാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ. കടം എടുക്കാനും സമ്മതിക്കുന്നില്ല. ന്യായമായ കടമാണേ. നിങ്ങൾക്ക് 50,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കടമെടുക്കാവുന്ന ബാങ്കുകാർ കണക്കൂട്ടില്ല ഇത്ര കടം എടുക്കുക. അതുപോലെ സംസ്ഥാനത്തിനും പവർ അനുസരിച്ച് എടുക്കാൻ പറ്റുന്നു. കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഉള്ള കണക്ക് പരിശോധിച്ചപ്പോൾ ഓരോ 5 വർഷം കഴിയുമ്പോഴും ഗവൺമെൻറ് മാറുമ്പോൾ 90%, 100% കടം വർദ്ധിക്കും. അത് ഈ കരുണാകരൻ ഗവൺമെൻറ്, കെ നായനാർ ഗവൺമെൻറ്, ആന്റണി ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, VS ഗവൺമെൻറ്, ഒന്നാം പിണറായി സർക്കാർ, ഇതെല്ലാം നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ കണക്ക് നോക്കുമ്പം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഗവൺമെൻറ് വരുമ്പോൾ 2,96,000 കോടിയായിരുന്നു സംസ്ഥാനത്തിൻ്റെ ആകെ കടം. അപ്പോൾ ഈ വർഷം 5 വർഷം കഴിയുമ്പോൾ അത് 5,90,000 ആവണം. ഞാനത് നോക്കി ഈ കണക്ക്. ഇപ്പം VS ഗവൺമെൻറ്റിന് 80,000 കോടിയോളമായിരുന്നു കടം അവസാനം. 5 വർഷം കഴിയുമ്പോൾ ഈ നാണ്യപ്പെരുപ്പമൊക്കെ ഉള്ളതുകൊണ്ടാണ്, വരുമാനം കൂടുന്നതുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാനം 1,56,000 കോടിയായി ആ കടം വർദ്ധിച്ചു. അവിടുന്ന് 5 വർഷം കഴിഞ്ഞ് 1,56 എന്നുള്ളത് ഐസക്കിൻ്റെ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷം അത് 2,96,000 ആയി എൻ്റെ ഓർമ്മയെന്ന് 2,96,000 കോടിയായി. സാധാരണ ഇത് 2,96,000 ഇപ്പോൾ 6 ലക്ഷമോ 5,90,000 ആവണം. അപ്പോൾ ഒരു സാമ്പത്തിക പണ്ഡിതയായ നമ്മുടെ ഒരു പ്രൊഫസറുണ്ട്, അവരിങ്ങനെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. അവർ കഴിഞ്ഞ ദിവസം പേരൊന്നും ഞാൻ പറയുന്നില്ല, കേരളം 6 ലക്ഷം കോടിയിലേക്ക് കടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ 4,70,000 കോടിയിലേക്ക് എത്തൂ. കാരണം ബാക്കി തരുന്നില്ല, അവർ അനുവദിക്കുന്നില്ല. അപ്പോൾ 1,4 ലക്ഷം കോടി രൂപ കടത്തിന് മാത്രം കുറഞ്ഞു. സാധാരണഗതിയിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് എടുത്തുകൊണ്ടിരുന്ന പരിധി തന്നെ വെട്ടിക്കുറച്ചു കേന്ദ്ര ഗവൺമെൻറ്. അത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഡയറക്ഷനാണ്. എല്ലാ സ്റ്റേറ്റുകളുടെ നേരെയും ഉണ്ട് കടന്നാക്രമണം. അവിടെ എല്ലാം നിന്നുകൊണ്ട് നമ്മൾ ടേക്ക് ഓഫ് ആണെന്ന് ഞാൻ പറഞ്ഞു, ഇത്രയും ഇൻകം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ കിട്ടാനുള്ള പണം കിട്ടാനുണ്ട്. അത് നമ്മളെല്ലാം കൂടി ഫൈറ്റ് ചെയ്ത് മേടിച്ചു പറ്റൂ. അടുത്ത ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ ഒരു സംസ്ഥാനം എന്ന നിലയിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശം ധ്വംസിച്ചുകൊണ്ട് ഇങ്ങനെ കേന്ദ്രം പോകുന്നത് ശരിയല്ല. അപ്പോൾ ട്രംപ് ചെയ്യുന്നത് രാജ്യങ്ങളുടെ നേരെയാണെങ്കിൽ രാജ്യത്തിനകത്തും ഈ ജനാധിപത്യപരമായ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് വളരെ പ്രധാനം. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് നേരെയാണല്ലോ. സംസ്ഥാനങ്ങളുടെ നേരെയും അവരുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പാടില്ല. ഈ പ്രത്യക്ഷത്തിലുള്ള ഈ സ്റ്റേറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള ഈ സമ്മർദ്ദത്തിൻ്റെ കൂടാതെ സാധാരണ ജനങ്ങൾക്കൊരു അടുത്ത ലെയറായിട്ടൊരു പിടുത്തം വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ GST കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് നിർത്തി, പക്ഷേ GST കോമ്പൻസേഷൻ സെസ് ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ മേഖലയിൽ 6,000 രൂപ ഒരു വർഷം കൊടുക്കുന്നു എന്ന് പറയുന്നു, ആളുകൾക്ക് കൊടുക്കുന്നു. അതേസമയം അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ സെസ്, ഡെവലപ്മെൻറ്റ് സെസ് ഇപ്പോഴും പിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഒടുക്കത്തെ ബഡ്ജറ്റിൻ്റെ കണക്ക് പ്രകാരം 74,000 കോടിയാണ് പിരിച്ചത്. 54,000 മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ പെൻഷൻ. അപ്പോൾ അത് അവരുടെ വഴിക്ക് അത് ചെയ്യുകയും ചെയ്തു. ഇത് ആളുകൾക്ക് വേറൊരു ലെയറിൽ ദ്രോഹം. അത് മാത്രമല്ല, ധാരാളം പണം കേന്ദ്രം അവർ സാധാരണഗതിയിൽ എലിജിബിൾ അല്ലാത്ത പിരിക്കുന്നുണ്ട്. ഞാൻ സാധാരണഗതിയിൽ എലിജിബിൾ അല്ലെന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഈ സെസ് പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ സെസ് പിരിക്കാനായിട്ട് 271 അങ്ങനെയൊക്കെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനാണെന്ന് ഓർമ്മ. അത് പിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ആവശ്യത്തിന് പിരിക്കാം. പക്ഷേ ഇവർ കണ്ടിന്യൂസ് പിരിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഇപ്പോൾ ഡീസലിനും പെട്രോളിനും അവർ കണ്ടിന്യൂസ് സെസ് പിരിക്കുന്നുണ്ട്. മറ്റു പല സാധനങ്ങൾക്കും സെസ് പിരിക്കുന്നുണ്ട്. ആകെ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 21%, 20%-ലധികം സെസ്സാണ്. ഈ സെസ് അങ്ങനെ പിരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ബാക്കി ഏത് പണം പിരിച്ചാലും സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടണം. സെസ് പിരിച്ചാൽ പങ്കിടണം, അതങ്ങ് എടുക്കാം. പിന്നെ ഈ കോമ്പൻസേഷൻ സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പിരിക്കുന്നുണ്ട്, താഴോട്ട് തരുന്നില്ല. അവർ പറയുന്നത് പഴയ കടം കുറച്ച് കിട്ടാനുണ്ടെന്നുള്ളതാണ്. ഇതേപോലെ പല മേഖലയിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഴുവൻ അധികാരവും കൈയാളിയിരിക്കുന്ന കേന്ദ്രമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ അധികാരങ്ങൾ ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾക്ക് അതും കൂടെ പിടിച്ചെടുത്തു. ഇത്രയും കോൺസെൻട്രേഷൻ ഓഫ് പവർ വരുന്നത് ഒരു രാജ്യത്തിനും ഗുണമല്ല. അതാണ് ഇപ്പോഴത്തെ അപകടം. വലിയ ഡെവലപ്മെൻ്റ് ഉള്ള എന്ന് നമ്മൾ പറയുന്ന അമേരിക്കയിൽ GST ഉണ്ടോ? ഇല്ല. ഓരോ സംസ്ഥാനത്തിനും ടാക്സിനും അവകാശമുണ്ട്. ഇവിടെ ധനകാര്യമന്ത്രിമാരെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ ചുമതലക്കാരാണ്. പണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പം ധനകാര്യമന്ത്രി കൊണ്ടുവരുന്ന ബുക്കിനകത്ത് എന്തൊക്കെയോ ചില രഹസ്യങ്ങളുണ്ടാവും. ടാക്സ് കൂട്ടും കുറയ്ക്കും, ഇതൊക്കെ ഉണ്ട്. ഇപ്പം ബുക്കിനകത്തൊന്നുമില്ല. അവിടെ നിന്ന് വരുന്ന വീതം വെക്കാനേ പറ്റൂ യഥാർത്ഥത്തിൽ ഉള്ള. എന്നിട്ട് ഇതുകൂടെ പിടിച്ചെടുക്കാനാണ് നോക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സംതൃപ്തമായ സ്റ്റേറ്റുകളും പിന്നെ ശക്തമായ സെൻറ്ററും ഒക്കെയാണ് വേണ്ടത്. ഇവിടെ അസംതൃപ്തമായിട്ടുള്ള സ്റ്റേറ്റുകളാണ്. എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേറ്റുകൾക്ക് ആവശ്യത്തിന് കൊടുക്കില്ല എന്നാണ്. കേരളത്തിന് കിട്ടാതിരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കും, കണക്ക് വെച്ചിട്ടാണ്. പക്ഷേ ഇതൊന്നും നമുക്കിപ്പോൾ ഭരണപരമായ കാര്യങ്ങളെന്ന് കഴിഞ്ഞാൽ ആർഗ്യൂ ചെയ്ത് തോൽപ്പിക്കാനൊന്നും പറ്റില്ല. പറയാം, ഇപ്പോൾ ഗവർണർക്ക് എന്താണ് വാസ്തവത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ മേളിൽ അങ്ങനെ ചെയ്യാൻ ധാർമ്മികമായ ഒരു അവകാശമുണ്ടോ? ടെക്നിക്കലി പറയാമായിരിക്കും. വൈസ് ചാൻസലർമാർ സിലബസും മറ്റു കാര്യങ്ങളെല്ലാം ഒരു എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഉള്ളപ്പോൾ
ധാർമ്മികമായി ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതാണെങ്കിൽ ഭാരതത്തിൻ്റെ പ്രത്യേകത ധാർമ്മികതയിൽ അടിയുറച്ച ഒരു വ്യവസ്ഥയുണ്ടെന്നാണല്ലോ നമ്മുടെ എല്ലാം വിശ്വാസം. അത് കമ്മ്യൂണിസ്റ്റുകാർക്കും ധാർമ്മികത നല്ലപോലെ ഉണ്ട്, ഈ പറഞ്ഞ വലദോഷക്കാരെക്കാളും. ധാർമ്മികത എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്ന ഒരു നീതി നടപ്പിലാക്കണം എന്നുള്ളതാണ്. ആ നീതിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ജെന്യുവനായിട്ട്. അല്ലാതെ 4 പേര് കണ്ടാൽ ന്യായം ചെയ്യും അല്ലെങ്കിൽ തോന്നിയാസം ചെയ്യാന്നല്ലല്ലോ ഈ ധാർമ്മികതയുടെ അർത്ഥം. പലരും അങ്ങനെ 4 പേര് അറിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനപ്പം ധർമ്മിഷ്ഠനായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും പരമാവധി, എല്ലാ മനുഷ്യനും 100% ആകാൻ പറ്റില്ലെങ്കിലും പരമാവധി ധർമ്മം എന്ന് വെച്ചാൽ നീതിയും ന്യായവും വേണം. ആ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റികളുടെ സിലബസും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ്, ഇലക്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ്, സെനറ്റ്, അക്കാഡമിക് ബോഡികൾ, പ്രൊഫസർമാർ, അക്കാഡമിഷ്യന്മാർ, അവരാണ് സാധാരണ അക്കാഡമിക് ബോഡി. അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ എലക്ട് ചെയ്യപ്പെടുന്ന പുറത്തുനിന്ന് ഒരാളും ഗവൺമെൻറ് സെക്രട്ടറിയും സിലബസ് ഏതാന്ന് പറയില്ല. അങ്ങനെ ഒരു സാധനത്തിനകത്ത് കേരളത്തിൽ നടക്കുന്ന കാര്യം എന്താ? ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് കേരളം, വളരെ ഗൗരവത്തോടെ. കാരണം ഇതൊന്നും രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമോ രാഷ്ട്രീയ അതിപ്രസരത്തിൻ്റെ പ്രശ്നമോ രാഷ്ട്രീയം ഇല്ലാത്തതിൻ്റെ പ്രശ്നമല്ല. ഓരോ സമ്പ്രദായത്തിനും ഓരോ കാര്യങ്ങളുണ്ട്. ആശുപത്രിക്കകത്ത് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ഒരു കാർഡിയോളജിസ്റ്റ് ആണെങ്കിൽ കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് ആണെങ്കിൽ ന്യൂറോളജിസ്റ്റ്, അവർക്കറിയാം എന്താ ചെയ്യേണ്ടത്, അവരുടെ ടീമാണ് ചെയ്യേണ്ടത്. അതിനാവശ്യമായ സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. അതിന് എത്രയോ വർഷങ്ങളായിട്ടുള്ള സമ്പ്രദായമുണ്ട്. സർവകലാശാലകൾക്ക് അതുപോലെയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസത്തിനെ അങ്ങേയറ്റം ഹർട്ട് ചെയ്യുന്നൊരു സ്ഥിതി ഈ കേന്ദ്രത്തിൻ്റെ നയം വഴി വരുന്നുണ്ട്. സിലബസിനകത്ത് ഇടപെടുന്നത് മാത്രമല്ല, ഇങ്ങനെ ഓരോ രംഗത്തും വരികയാണ്. ഇത് ഹെൽത്തി ആയിട്ട് രാജ്യത്തെ ഭരണവും പരസ്പര ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കില്ല എന്നൊരു പ്രശ്നം കൂടെ. കേവലം ഫിനാൻസിൻ്റെ മാത്രമല്ല. അവസാനമായിട്ട് നമ്മളിപ്പോൾ എവിടെയോ ഇരിക്കുന്ന ട്രംപ് ഉണ്ടാക്കിയ പ്രതിസന്ധിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിപ്പോൾ 5ാം വർഷത്തിലേക്കാണ് താങ്കളുടെ ധനകാര്യമന്ത്രി ആയതിനു ശേഷം നമ്മൾ കടന്നിരിക്കുന്നത്. പൂർത്തിയാകാറായ കാലഘട്ടമാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അസാധാരണമായ പ്രതിസന്ധികളാണ് ഈ കാലത്ത് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സമീപനത്തെക്കുറിച്ച് നമുക്കറിയാം. ഇങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ കടന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരു ധനമന്ത്രി എന്നുള്ള നിലയിൽ, ഒരു സർക്കാർ നേതൃത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളെന്നുള്ള നിലയിൽ ഈ 5 വർഷം എങ്ങനെയാണ്? തൃപ്തികരമാണോ? ഈ 5 വർഷം പരമാവധി നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ. തൃപ്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളിൽ കൂടെ ഒന്നും പോകുമ്പോൾ ഉള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഇത് തകർന്ന് തരിപ്പണമാവുമെന്ന് പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ പോകുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ രാഷ്ട്രീയം പലതരത്തിലാണ് വ്യത്യാസം. ലോക രാഷ്ട്രീയത്തിൽ വന്ന വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ BJP കണ്ടിന്യൂസ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ എന്തും ചെയ്യാവുന്ന ബോധത്തിലേക്ക് BJP എത്തിയ ഒരു കാലഘട്ടമായത്. അവർക്കിപ്പോൾ ഒരു ജനാധിപത്യം ഇല്ല. ഇപ്പോൾ ഒരു ജമ്മു കാശ്മീരിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതുപോലെ ഓരോ സ്ഥലത്തും ചെയ്യുന്നത്. അത് രാഷ്ട്രീയമാണ്, അവർക്ക് വ്യക്തിപരമായ പ്രശ്നമല്ല. കോൺഗ്രസും UDF-ഉം അങ്ങേറ്റം ഇന്ത്യയിലാകെ ദുർബലമായിരിക്കുന്നു. അവർക്ക് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രാഷ്ട്രീയമാണ് സംസ്ഥാനങ്ങളിൽ പോലും. ഇപ്പോൾ ഈ സിസ്റ്റത്തിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ജനാധിപത്യം പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർ ശ്രമിക്കുന്നില്ല. അങ്ങനെയെല്ലാം ഉള്ള സമയത്ത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ധനകാര്യമന്ത്രിയായി വന്ന ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി തന്നെ നേരിട്ട പ്രശ്നം ഇന്ത്യയിലെ ഇടതുപക്ഷം ഉണ്ടായിരുന്ന സർക്കാരുകളിൽ ത്രിപുരയും ബംഗാളും ഇല്ല. കോൺഗ്രസിൻ്റെ തന്നെ ഗവൺമെൻറ്റുകൾ മിക്കവാറും എല്ലാം പോയിരിക്കുന്നില്ല. ഉള്ളതിനെല്ലാം അവർ അട്ടിമറിക്കുക. ഇപ്പോൾ വോട്ട് വരെ ഇപ്പോൾ തൃശ്ശൂർ കണ്ടില്ലേ, ഒരു വീട്ടമ്മ അറിയാതെ 6-8 പേർക്ക് വോട്ടാണ്. ഇങ്ങനെ ധാരാളം വോട്ട് ചേർത്തിട്ട് ആദർശത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് അവിടെ അഭിനയിച്ച് സുരേഷ് ഗോപി അവിടെ നിന്ന് MP ആയി പോയിരിക്കുന്നതിനെ പറ്റിയുള്ള വാർത്ത വരുന്നല്ലോ. പല സംസ്ഥാനങ്ങളിൽ വരിക. എന്തും ചെയ്യും, ഇനിയും ചെയ്യും അവർക്ക് ജനാധിപത്യമൊന്നും പ്രശ്നമല്ല. കാരണം തങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവരാണ് BJP. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം അത് വളരെ സിസ്റ്റമാറ്റിക്കലി തിയറട്ടിക്കലി പല തിയറി പറഞ്ഞിട്ട് വെട്ടിക്കുറയ്ക്കുന്നൊരു സ്ഥലത്താണ് നമ്മൾ വന്നത്. സാധാരണ എല്ലാ ഗവൺമെൻറ്റിനും ഫിനാൻസ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ക്ഷീണം വരാറില്ല. എല്ലാ ഗവൺമെൻറ്റിനും സാധാരണ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ വർഷം ഫിനാൻസ് കമ്മീഷൻ്റെ പുതിയ റിപ്പോർട്ട് വരും. അത് ഇപ്പോൾ എന്തായാലും അത് വന്ന് ഭവിച്ചപ്പോൾ തൊട്ട് മുമ്പത്തെ ഒറ്റ വർഷ പീരീഡ് കൊടുത്തുകൊണ്ട് ആ പണവും കിട്ടിയില്ല. ഇതെല്ലാം വെട്ടിക്കുറച്ചു. ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിന്നുകൊണ്ട് ഇടതുപക്ഷം ഇത്രയും കാര്യങ്ങൾ കൂടുതൽ ചെയ്തു. ഇതുവരെ കേരളത്തിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ 62 ലക്ഷം പേർക്ക് കൊടുക്കുകയും ഇതെല്ലാം കൊടുക്കുകയും സർക്കാർ ജീവനക്കാർക്ക് മെഡിസെപ്പ് ഉൾപ്പെടെയുള്ള കാര്യം നടക്കുകയും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് സാധാരണ LDF മാറി UDF മാറി LDF വരെ അവർ ചെയ്യുക. അപ്പോൾ നമ്മൾ തന്നെ ആദ്യമായിട്ട് തുടർച്ചയായിട്ട് വരുമ്പോഴത്തേക്ക് മുഴുവൻ കാര്യം ചെയ്യേണ്ട കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. വലിയൊരു ബർഡൻ ആയിരിക്കുമല്ലോ എപ്പോഴും ഇലക്ഷൻ സമയത്തൊക്കെ വരിക. സത്യം തുറന്നു പറഞ്ഞാൽ പ്രഖ്യാപിക്കുക. UDF വന്നെങ്കിൽ ആ ശമ്പള പരിഷ്കരണം കണക്കൊന്നുമില്ല, പണമില്ല, പൂച്ചവറ്റി കിടക്കുകയാണെന്നില്ല അവർ പറഞ്ഞത്. അത് മാറ്റി വെച്ചേനും അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കേരളത്തെ തകർക്കാനുള്ള ശമ്പള പരിഷ്കരണമാണെന്ന്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് അത് മൊത്തം നടപ്പിലാക്കേണ്ടി വരും. ഇതെല്ലാം നടപ്പിലാക്കിയിട്ട് ഇത്രയും എത്തിക്കാനായിട്ട് പറ്റിയെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഡേയും നൈറ്റും എപ്പോഴും നമ്മുടെ സംഘർഷം ഇത് തന്നെയാണ്. ഇതെങ്ങനെ കൊണ്ടുപോകും. കാരണം മറ്റുള്ള വകുപ്പുകൾക്കെല്ലാം ഈ കലവറയെന്നാണല്ലോ സാധനം എത്തിക്കേണ്ടത്. വിളമ്പാൻ പോകുന്നവർ അവിടെ വിളമ്പിയിട്ട് ഇവിടെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ
അവിടെ കിട്ടുന്ന സാധനം എത്തിച്ചു കൊടുക്കണമല്ലോ. പത്രമേഖലയ്ക്ക് ഉൾപ്പെടെ ഞാൻ പറയാം, ഇത് ഈ വർഷം പ്രസ്സും മീഡിയയൊക്കെ കുറച്ച് പ്രതിസന്ധി വരുന്നുണ്ട്. പരസ്യം പണമൊക്കെ കിട്ടാനുണ്ട് അവർക്ക് കിട്ടാനുള്ളതല്ല പ്രശ്നം, കോപ്പിയൊക്കെ കുറയുന്നുണ്ട് വലിയ പത്രങ്ങളുടെ. സാധാരണഗതി കുറേ പെൻഡിങ് കിട്ടി പഴയ ഇങ്ങനെ പോകും. ഞാനാണെങ്കിൽ ആ മേഖലയിൽ ഉൾപ്പെടെ പത്രങ്ങൾക്ക് കൊടുക്കാൻ ഈ വർഷം ബഡ്ജറ്റ് വെച്ചേക്കുന്ന മുഴുവൻ പണവും പ്ലാനിലുള്ളത് ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ കൊടുത്തു. കാരണം ഞങ്ങൾക്കെതിരെ അതിശക്തമായി എഴുതുന്ന പത്രങ്ങളാണ്. പക്ഷെ പത്രങ്ങൾ വേണം. മോഡി ഗവൺമെൻറ്റിൻ്റെ BJPയുടെ സമീപനം പോലെ പത്രം വേണ്ടെന്നല്ല, പത്രം വേണം. പത്രക്കാർക്ക് കൊടുക്കാനുള്ളത് ഇനി അഡീഷണൽ ഓതറൈസേഷൻ വെച്ച് അതിന് പണം കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം എല്ലാ മേഖലയും നിലനിൽക്കണം. നേരത്തെ തൊഴിലാളികളുടെ കാര്യം പറഞ്ഞ പോലെ ഏറ്റവും സാധാരണ തൊഴിലാളികളെ സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് സാധാരണ പ്രതിസന്ധി പറഞ്ഞ ഒരു കാരണം കൂടി, ഇപ്പൊ ആശാ വർക്കർമാർക്ക് കേന്ദ്രം പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന സാധനം എന്താ കൊടുക്കാത്തത് കേരളത്തോടാണ് അവർ ചോദിക്കും. കേന്ദ്രം ഇവിടുത്തെ അതാരാ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നവരാ, അത് കേരളം മനസ്സിലാക്കും. ആകെ ഉള്ളതിൽ 1500 രൂപ താഴെയാണ് കേന്ദ്രം കൊടുക്കുന്നത്, ബാക്കി മുഴുവൻ നമ്മളാണ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഒരൊറ്റ സ്ഥലത്തും സ്കീം വർക്കേഴ്സിന് ഇങ്ങനെ കൊടുക്കുന്ന സ്റ്റേറ്റ് ഇല്ല. അവർ കൊടുക്കുന്നുമില്ല, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്നിട്ടും നമ്മളെ പ്രതിയാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ ദൗർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ കുറച്ചുകൂടെ ലോജിക്കലായും സത്യസന്ധമായും ഇക്കാര്യം പറയേണ്ടതാണെന്ന അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള സമയത്ത് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഉണ്ടെങ്കിലും അതിനെ കടത്തിവിടാൻ പറ്റുന്നു, സ്റ്റേറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതിനൊരു സന്തോഷമുണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു വളരെ വലിയ പ്രതിസന്ധി ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് വിചാരിച്ചൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംസ്ഥാനത്തെ, ഇതെന്ന് പറഞ്ഞാൽ കേവലം ഒരു ഗവൺമെൻറ്റിനകത്തെ പ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും ഒന്നും പ്രശ്നമല്ല, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടിയും മാത്രമല്ല, കേരളം ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ ആർജിച്ചെടുത്ത ഈ നേട്ടങ്ങൾ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം, റിസോഴ്സസ്, ഫിനാൻസാണ്. എപ്പോഴും ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുകയും തെറിവിളി കേൾക്കുകയും പിന്നെ ആളുകൾ കുറ്റം പറയുകയും ചെയ്യുന്നത് ഫിനാൻസിനെയാണെന്നാണ്. എന്നാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. അത് ഇത്രയും ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നല്ലപോലെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാന വർഗത്തെ മുന്നിൽ കണ്ട് ഇനിയും ശക്തമായി അത്തരം കാര്യങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം സഹകരിച്ചതിൽ നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.